1986 ഏപ്രിൽ 26 അർദ്ധരാത്രി പിന്നിട്ട സമയം. ശാന്തമായി ഉറങ്ങുന്ന ആ വലിയ നഗരത്തിന് മുകളിലേക്ക് പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ അദൃശ്യമായൊരു തീജ്വാല ആകാശത്തേക്ക് ഉയരുകയാണ്. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ആകാശത്തേക്ക് നീളുന്ന ഒരു ഭയാനകമായ നീല വെളിച്ചം. മഞ്ഞുകണങ്ങൾ പോലെ എന്തോ ഒന്ന് ആകാശത്തു നിന്നും താഴേക്ക് പെയ്യുന്നുണ്ട്. അത് മഞ്ഞല്ല, മറിച്ച് ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര തികച്ചും വ്യത്യസ്തമായ, എന്നാൽ ചരിത്രമൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിലേക്കാണ്. നമ്മൾ പോകുന്നത് 1986 യുക്രൈനിലേക്കാണ്. അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രിപ്യാറ്റ് എന്ന മനോഹരമായ ഒരു കൊച്ചു നഗരത്തിലേക്ക്. മനുഷ്യന്റെ അഹങ്കാരവും ശാസ്ത്രത്തിന്റെ പിഴവുകളും ഒരുമിച്ച് ചേർന്നപ്പോൾ സംഭവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായ ചെർണോബിൽ ദുരന്തത്തിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ ജീവൻ പണയം വെച്ച് ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ വാസിലി ഇഗ്നാറ്റെങ്കോയെപ്പോലുള്ള ധീരരായ അഗ്നിശമന സേനാംഗങ്ങൾ, അധികാരത്തിന്റെ അഹങ്കാരത്തിൽ വലിയ തെറ്റുകൾ ചെയ്ത അനാറ്റോളി ഡയാറ്റ്ലോവ് എന്ന ഉദ്യോഗസ്ഥൻ, എല്ലാറ്റിനുമുപരിയായി ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മനുഷ്യവാസമില്ലാത്ത ഒരു പ്രേത നഗരമായി മാറേണ്ടി വന്ന പ്രിപ്യാറ്റ് എന്ന നഗരം. ഇവരാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ കേന്ദ്രബിന്ദു. ഒരു ചെറിയ സുരക്ഷാ പരീക്ഷണം എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന ഒരു വലിയ വിപത്തായി മാറിയതെന്നും അദൃശ്യനായ ആ കൊലയാളിയെ നേരിടാൻ സാധാരണക്കാരായ മനുഷ്യർ ചെയ്ത വലിയ ത്യാഗങ്ങളും നമ്മൾ ഈ യാത്രയിൽ അറിയും. ഒരു നിമിഷം സുഹൃത്തുക്കൾ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. ഏപ്രിൽ 25 വസന്തകാലം അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയം. യുക്രൈൻ്റെ വടക്കൻ ഭാഗത്തുള്ള പ്രിപ്യാറ്റ് എന്ന ആ നഗരം വളരെ ശാന്തവും മനോഹരവുമായി കാണപ്പെടുന്നു. 50,000-ഓളം മനുഷ്യർ താമസിക്കുന്ന ഒരു സ്വപ്ന നഗരമാണത്. സോവിയറ്റ് യൂണിയന്റെ അഭിമാനമായ VI ലെനിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാത്രം നിർമ്മിച്ച് ഒരു ആറ്റം ഗ്രാഡ് അഥവാ ആണവ നഗരം. വിശാലമായ റോഡുകൾ, വലിയ അപ്പാർട്ട്മെന്റുകൾ, നിറയെ റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ, കുട്ടികൾക്ക് കളിക്കാൻ വലിയ പാർക്കുകൾ. അന്നത്തെ കാലത്ത് മറ്റേതൊരു സോവിയറ്റ് നഗരത്തെക്കാളും ഉയർന്ന ജീവിത സൗകര്യങ്ങൾ പ്രിപ്യാറ്റിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പകൽ വെളിച്ചം പതിയെ മങ്ങുകയാണ്. മെയ് 1 നടക്കാൻ പോകുന്ന വലിയ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലാണ് നഗരം മുഴുവൻ. നഗരമധ്യത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ പുതിയതായി നിർമ്മിച്ച ഒരു വലിയ ഫെറിസ് വീൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. മെയ് 1 അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ നഗരത്തിലെ കൊച്ചുകുട്ടികൾ. വീടുകളിൽ നിന്നും അത്താഴം പാചകം ചെയ്യുന്നതിൻ്റെയും ടെലിവിഷൻ പരിപാടികളുടെയും ആളുകൾ പരസ്പരം സംസാരിച്ചു ചിരിക്കുന്നതിൻ്റെയുമൊക്കെ നേർത്ത ശബ്ദങ്ങൾ തെരുവിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അവിടുത്തെ അന്തരീക്ഷത്തിൽ വളരെ ശാന്തമായൊരു സമാധാനം തളം കെട്ടി നിൽക്കുന്നു. നഗരത്തിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം അകലെയാണ് ആ വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്, ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. 4 വലിയ RBMK റിയാക്ടറുകളാണ് അവിടെ രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരവാസികൾക്ക് ആ ആണവ നിലയം ഒരു ഭയവുമല്ല, മറിച്ച് അതവരുടെ അന്നദാതാവാണ്, അവരുടെ അഭിമാനമാണ്.
ഒരു ചായ തിളപ്പിക്കുന്ന പാത്രം പോലെ തികച്ചും സുരക്ഷിതമാണ് നമ്മുടെ റിയാക്ടറുകൾ എന്നാണ് സോവിയറ്റ് അധികാരികൾ അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ തണലിൽ യാതൊരു ഭയവുമില്ലാതെയാണ് ഓരോരുത്തരും അവിടെ ജീവിക്കുന്നത്. രാത്രി പതിയെ നഗരത്തെ വിഴുങ്ങുന്നു. സമയം രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണം കുറയുന്നു. തെരുവു വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ പ്രിപ്യാഡ് നഗരം കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പാർട്ട്മെന്റുകളിലെ ഓരോ ജനലുകളിലെയും വെളിച്ചം പതിയെ പതിയെ അണയുകയാണ്. പകലത്തെ ജോലിയുടെയും തിരക്കുകളുടെയും ക്ഷീണത്തിൽ മനുഷ്യർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. നാളത്തെ സുന്ദരമായൊരു പ്രഭാതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സുകളിലുള്ളത്. ഇതവരുടെ അവസാനത്തെ സ്വസ്ഥമായ ഉറക്കമാണെന്നോ ഈ നഗരം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്നോ അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. എന്നാൽ ആ നഗരം മുഴുവൻ ഗാഢമായ ഉറക്കത്തിൽ ആഴുമ്പോഴും 3 കിലോമീറ്റർ അകലെയുള്ള ആ ആണവ നിലയത്തിൽ ചിലർ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. ഒരു ഭീമാകാരനായ ഇരുമ്പ് കോട്ട പോലെ നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ 4ാമത്തെ ബ്ലോക്കിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. നിലയത്തിന് പുറത്ത് ആകാശം നക്ഷത്രങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യാതൊരു അസ്വാഭാവികതയും ആ രാത്രിക്ക് തോന്നിയിരുന്നില്ല. വായുവിൽ നേർത്ത ഒരു തണുപ്പ് പടർന്നിട്ടുണ്ട്. എന്നാൽ ആ കെട്ടിടത്തിനുള്ളിലെ 4ാം നമ്പർ കൺട്രോൾ റൂമിലെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ ഉറക്കത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. വലിയ പാനലുകളും മീറ്ററുകളും എണ്ണമറ്റ ബട്ടണുകളും നിറഞ്ഞ ആ മുറിയിൽ ട്യൂബ് ലൈറ്റുകളുടെ തീക്ഷ്ണമായ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഡ്യൂട്ടിയിലുള്ള എഞ്ചിനീയർമാരും ഓപ്പറേറ്റർമാരും വളരെ ആകാംക്ഷയോടെയാണ് ആ രാത്രിയെ നോക്കിക്കാണുന്നത്. കാരണം ഏറെ നാളായി അവർ മാറ്റിവെച്ചിരുന്ന ഒരു സുരക്ഷാ പരീക്ഷണം ഇന്ന് രാത്രി തന്നെ അവർക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. വൈദ്യുതി ബന്ധം തകരാറിലായാൽ റിയാക്ടറിനെ എങ്ങനെ സുരക്ഷിതമായി തണുപ്പിക്കാമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണം. വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ചെയ്യേണ്ട ഒന്നാണത്. എന്നാൽ ആ കൺട്രോൾ റൂമിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന പദവിയിലുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കടന്നുവരുന്നു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനാറ്റോളി ഡയാറ്റ്ലോവ്. ആത്മവിശ്വാസവും അധികാരവും നിറഞ്ഞ അയാളുടെ കണ്ണുകളിൽ എന്ത് വില കൊടുത്തും ആ പരീക്ഷണം ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കണം എന്ന വാശി മാത്രമാണുണ്ടായിരുന്നത്. പുറത്ത് കാറ്റ് ആ മനോഹരമായ നഗരത്തെ തഴുകി കടന്നുപോകുമ്പോൾ ഉള്ളിൽ 4ാം നമ്പർ റിയാക്ടറിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ അപകടം പതുങ്ങുന്നുണ്ടായിരുന്നു. കൺട്രോൾ റൂം 4. ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ യന്ത്രങ്ങളിലൊന്നിനെ നിയന്ത്രിക്കുന്ന തലച്ചോറാണത്. ഒരു വലിയ വിമാനത്തിന്റെ കോക്പിറ്റിനെ ഓർമ്മിപ്പിക്കുന്ന വിശാലമായ ആ മുറിയുടെ ഭിത്തികൾ മുഴുവൻ വലിയ മീറ്ററുകളും എണ്ണമറ്റ സ്വിച്ചുകളും മിന്നിമറയുന്ന പച്ചയും ചുവപ്പും വെളിച്ചങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. റിയാക്ടറിനുള്ളിലെ ഓരോ ചെറിയ മാറ്റങ്ങളും രേഖപ്പെടുത്തുന്ന സൂചികൾ ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ യാന്ത്രികമായൊരു മൂളൽ ആ മുറിയിൽ എപ്പോഴും കേൾക്കാം. സദാസമയവും പ്രവർത്തിക്കുന്ന വായുസഞ്ചാര സംവിധാനങ്ങളുടെയും കൂറ്റൻ യന്ത്രങ്ങളുടെയും ആ ശബ്ദത്തിനപ്പുറം അവിടെ ജോലി ചെയ്യുന്നവരുടെ ഉള്ളിലെ അസ്വസ്ഥമായ ഹൃദയമിടിപ്പുകൾ ആ മുറിയുടെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുന്നൊരു രാത്രിയായിരുന്നു അത്. ഈ പരീക്ഷണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വളരെ ലളിതമായിരുന്നു, എന്നാൽ അത്രത്തോളം തന്നെ അപകടകരവും. ഏതൊരു ആണവ നിലയത്തിലും റിയാക്ടറിനെ തണുപ്പിച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി കൂളിംഗ് പമ്പുകൾ വഴി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം എപ്പോഴും അതിനുള്ളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും ഈ പ്രക്രിയ നിലയ്ക്കാൻ പാടില്ല. അഥവാ നിലയത്തിലേക്കുള്ള പ്രധാന വൈദ്യുതി ബന്ധം തകരാറിലായാൽ ബാക്കപ്പ് ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങും. എന്നാൽ ഈ വലിയ ജനറേറ്ററുകൾക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ ഏകദേശം 60 സെക്കൻഡുകൾ സമയം ആവശ്യമാണ്. വളരെ കുറഞ്ഞ സമയമാണെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ തിളച്ചുമറിയുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറിനെ സംബന്ധിച്ചിടത്തോളം 60 സെക്കൻഡ് എന്നത് വലിയൊരു സമയമാണ്. ആ 1 മിനിറ്റ് നേരം കൂളിംഗ് പമ്പുകൾക്ക് ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നും കണ്ടെത്തും? ഇവിടെയാണ് അവർ ആ പരീക്ഷണം ആസൂത്രണം ചെയ്തത്. വൈദ്യുതി നിലച്ചാലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ടർബൈനുകളുടെ അവശേഷിക്കുന്ന വേഗതയുപയോഗിച്ച് ആ 1 മിനിറ്റ് നേരത്തേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ 4ാം നമ്പർ റിയാക്ടർ പ്രവർത്തനസജ്ജമാക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ടിയിരുന്ന നിർണായകമായ ഒരു സുരക്ഷാ പരിശോധനയായിരുന്നു ഇത്. എന്നാൽ പ്ലാന്റ് വേഗത്തിൽ തുറന്ന ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സോവിയറ്റ് അധികൃതരുടെ തിടുക്കത്തിൽ ആ പരീക്ഷണം അന്ന് മാറ്റിവെക്കപ്പെടുകയായിരുന്നു.
ഇപ്പോൾ 1 വർഷത്തിനു ശേഷം അറ്റകുറ്റപ്പണികൾക്കായി റിയാക്ടർ ഓഫാക്കുന്ന ഈ അവസരത്തിൽ ആ പരീക്ഷണം എങ്ങനെയും പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനാറ്റോളി ഡയാറ്റ്ലോ അവിടെ നിൽക്കുന്നത്. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. അതുവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ മാറി പുതിയ ഷിഫ്റ്റ് ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏപ്രിൽ 25-ന് പകൽ സമയത്ത് നടക്കേണ്ടിയിരുന്ന ഈ പരീക്ഷണം മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ പാതിവഴിയെ നിർത്തിവെച്ച് രാത്രിയിലേക്ക് മാറ്റിയതായിരുന്നു. അതുകൊണ്ടുതന്നെ പകൽ സമയത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ പരീക്ഷണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയ പുതിയ സംഘത്തിന് ഈ സങ്കീർണമായ പരീക്ഷണത്തെക്കുറിച്ച് വലിയ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഷിഫ്റ്റ് സൂപ്പർവൈസറായ അലക്സാണ്ടർ അക്കിമോവും റിയാക്ടർ കൺട്രോൾ എഞ്ചിനീയറായ ലിയോണിഡ് ടോപ്റ്റിനോവും കൺട്രോൾ പാനലുകൾക്ക് മുന്നിൽ സ്ഥാനമുറപ്പിച്ചു. ലിയോണിഡ് ടോപ്റ്റിനോവിന് വെറും 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ വലിയ റിയാക്ടർ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതിനാൽ അയാളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം നിഴലിച്ചിരുന്നു. അവരുടെ പരിഭ്രമത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിരുന്നു അനാറ്റോളി ഡയാറ്റ്ലോവിന്റെ സാന്നിധ്യം. കണിശക്കാരനും ദേഷ്യക്കാരനുമായൊരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ തന്റെ നിർദ്ദേശങ്ങളെ എതിർക്കുന്നതിനോ അയാൾ ആരെയും അനുവദിച്ചിരുന്നില്ല. തന്റെ അനുഭവസമ്പത്തിലുള്ള അമിതമായ ആത്മവിശ്വാസവും ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ ലഭിക്കാൻ പോകുന്ന സ്ഥാനക്കയറ്റവും മാത്രമായിരുന്നു ഡയാറ്റ്ലോവിന്റെ മനസ്സിൽ. ഒരു ചെറിയ തെറ്റിനും അയാൾ ഇടം നൽകിയിരുന്നില്ല. പ്രോട്ടോക്കോളുകൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും മുകളിൽ തന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അയാൾ തയ്യാറായിരുന്നു. പരീക്ഷണത്തിനായി റിയാക്ടറിന്റെ പവർ പതിയെ താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സാധാരണയായി 3200 മെഗാവാട്ട് തെർമൽ പവറിലാണ് റിയാക്ടർ പ്രവർത്തിക്കുന്നത്. പരീക്ഷണം സുരക്ഷിതമായി നടത്തണമെങ്കിൽ അത് 700 മുതൽ 1000 മെഗാവാട്ട് വരെയാക്കി കുറയ്ക്കണം. ടോപ്റ്റിനോവിന്റെ വിറയ്ക്കുന്ന വിരലുകൾ കൺട്രോൾ പാനലിലെ ബട്ടണുകളിൽ അമർന്നു. റിയാക്ടറിനുള്ളിലേക്ക് ബോറോൺ കൊണ്ട് നിർമ്മിച്ച കൺട്രോൾ റോഡുകൾ പതിയെ ഇറങ്ങാൻ തുടങ്ങി. വാഹനം നിർത്തുമ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് റിയാക്ടറിനുള്ളിൽ കൺട്രോൾ റോഡുകൾ പ്രവർത്തിക്കുന്നത്. ഈ റോഡുകൾക്ക് ന്യൂട്രോണുകളെ വലിച്ചെടുക്കാനും അതുവഴി റിയാക്ടറിലെ താപം കുറയ്ക്കാനും കഴിയും. മീറ്ററുകളിലെ സൂചികൾ പതിയെ താഴേക്ക് നീങ്ങാൻ തുടങ്ങി. പവർ കുറയുകയാണ്. എന്നാൽ RBMK എന്ന സോവിയറ്റ് ഡിസൈനിലുള്ള ആ റിയാക്ടറുകൾക്ക് ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു. അവയുടെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ അഥവാ വളരെ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുമ്പോൾ അവ അങ്ങേയറ്റം അസ്ഥിരമായി മാറും. ഒരു വലിയ കാട്ടുതീയെ ചെറിയൊരു മുറിക്കുള്ളിൽ അടച്ചിടാൻ ശ്രമിക്കുന്നത് പോലെയാണത്. ഏതു നിമിഷവും അത് നിയന്ത്രണം വിട്ട് പുറത്തേക്ക് ചാടാം. ഈ സാങ്കേതികമായ പോരായ്മയെക്കുറിച്ച് സോവിയറ്റ് യൂണിയനിലെ ഉന്നതരായ ശാസ്ത്രജ്ഞർക്കറിയാമായിരുന്നെങ്കിലും രാജ്യത്തിന്റെ അഭിമാനത്തെ കരുതി ആ രഹസ്യം ഉദ്യോഗസ്ഥരിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടിരുന്നു. ഡയാറ്റ്ലോവിനോ കൺട്രോൾ റൂമിലുള്ള അക്കിമോവിനോ ടോപ്റ്റിനോവിനോ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഭീമാകാരനായ യന്ത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം പൂർണ്ണമായും അറിയില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. സമയം മുന്നോട്ട് നീങ്ങി. ഏപ്രിൽ 26 പുലർച്ചെ 1 മണിയാകാറായിരിക്കുന്നു. ശാന്തമായ പ്രിപ്യാറ്റ് നഗരം ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ജനാലകൾക്കപ്പുറം ഇരുട്ട് കനക്കുകയാണ്. എന്നാൽ കൺട്രോൾ റൂം 4-ലെ അന്തരീക്ഷം കൂടുതൽ ഗൗരവമായി മാറുകയാണ്. പവർ കുറയുന്നതിനനുസരിച്ച് റിയാക്ടറിനുള്ളിൽ എന്തൊക്കെയോ അദൃശ്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടോപ്റ്റിനോവിന്റെ കണ്ണുകൾ മീറ്ററുകളിൽ തറച്ചു നിൽക്കുകയാണ്. ഡയാറ്റ്ലോവ് മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട്. അയാളുടെ ഓരോ ചുവടുവെപ്പിലും കടുത്ത ആകാംക്ഷയും അക്ഷമയും നിഴലിച്ചിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പവർ 700 മെഗാവാട്ടിൽ സുരക്ഷിതമായി നിർത്തണം. എന്നാൽ കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെയല്ല മുന്നോട്ടു പോയത്. ചില അപ്രതീക്ഷിതമായ പിഴവുകൾ അവിടെ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു. മനുഷ്യന്റെ അഹങ്കാരവും സാങ്കേതികവിദ്യയുടെ പരിമിതികളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന് ആ കൺട്രോൾ റൂം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പുറത്ത് രാത്രിയുടെ നിശബ്ദതയ്ക്ക് ആഴം കൂടിയപ്പോൾ കൺട്രോൾ റൂമിലെ മീറ്ററുകളിൽ ചില വ്യതിയാനങ്ങൾ കണ്ടുതുടങ്ങി. ഇനി വരാൻ പോകുന്ന കുറച്ചു മിനിറ്റുകൾ ആ മുറിയിലുള്ളവരുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കാൻ പോകുന്നവയായിരുന്നു എന്ന് അവർക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി അവരുടെ കൈകളിൽ നിന്നും വഴുതിമാറാൻ തുടങ്ങുന്ന ആ ഭയാനകമായ നിമിഷങ്ങളിലേക്ക് സമയം പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു. കൺട്രോൾ റൂം 4-ലെ സമയം പുലർച്ചെ 1 മണിയോടടുക്കുന്നു. ആ വിശാലമായ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പാനലുകളിൽ നിന്നുള്ള നേർത്ത ശബ്ദങ്ങളും കൂളിംഗ് ഫാനുകളുടെ യാന്ത്രികമായ മൂളലും മാത്രം കേൾക്കാം. റിയാക്ടറിന്റെ പവർ 700 മെഗാവാട്ടിൽ നിർത്താനാണ് ഡയാറ്റ്ലോവിന്റെ നിർദ്ദേശം.
ടോപ്റ്റനോവ് പാനലിലെ ബട്ടണുകൾ ശ്രദ്ധയോടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കൺട്രോൾ റൂഡുകൾ ഉള്ളിലേക്കിറങ്ങുന്തോറും കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതായി അയാൾക്ക് തോന്നി. മീറ്ററുകളിലെ അക്കങ്ങൾ അവർ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് താഴേക്ക് പതിക്കുന്നത്. 500, 400, 300. ടോപ്റ്റനോവിന്റെ നെറ്റിയിൽ വിയർപ്പു കണങ്ങൾ പൊടിയാൻ തുടങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ മീറ്ററുകളിലേക്ക് തന്നെ നോക്കി നിന്നു. റിയാക്ടറിനുള്ളിൽ ഭൗതികശാസ്ത്രത്തിന്റെ ഒരു അദൃശ്യമായ പോരാട്ടം നടക്കുകയായിരുന്നു. ഈ പ്രതിഭാസത്തെ സെനോൺ പോയ്സണിംഗ് എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. റിയാക്ടറിനുള്ളിൽ യുറേനിയം വിഘടിച്ച് ഊർജമുണ്ടാകുമ്പോൾ സെനോൺ 305 എന്നൊരു വാതകം രൂപപ്പെടാറുണ്ട്. ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വാതകം തനിയെ താപനിലയിൽ നശിച്ചുപോകും. എന്നാൽ പവർ കുറയുമ്പോൾ ഈ സെനോൺ വാതകം റിയാക്ടറിനുള്ളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഉലയിൽ തീ കെട്ടുപോകാതിരിക്കാൻ ഊതുമ്പോൾ അതിലടിഞ്ഞുകൂടുന്ന ചാരം തടസ്സമാകുന്നതുപോലെയാണത്. ചാരം മൂടുമ്പോൾ തീ കെട്ടുപോകുന്നതുപോലെ സെനോൺ വാതകം നിറയുമ്പോൾ അത് റിയാക്ടറിലെ ന്യൂട്രോണുകളെ വലിച്ചെടുക്കുകയും ഊർജോൽപാദനം കുത്തനെ കുറയ്ക്കുകയും ചെയ്യും. ഈ വാതകം നിറഞ്ഞതുകൊണ്ടാണ് ടോപ്റ്റനോവിന് പവർ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീറ്ററിലെ സൂചി ഒറ്റയടിക്ക് താഴേക്ക് പതിച്ചു. 30 മെഗാവാട്ട്. ഏതാണ്ട് പൂർണ്ണമായും നിലച്ചൊരവസ്ഥയിലേക്ക് ആ വലിയ യന്ത്രം എത്തിച്ചേർന്നിരിക്കുന്നു. ആ നിമിഷത്തിൽ മുറിയിൽ വല്ലാത്തൊരു മരവിപ്പ് പടർന്നു. ടോപ്റ്റനോവ് പിൻവാങ്ങി. ഷിഫ്റ്റ് സൂപ്പർവൈസറായ അക്കിമോവ് ഉടൻ തന്നെ ഡയാറ്റ്ലോവിനെ നോക്കി. നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പവർ ഇത്രയും താഴേക്ക് പോയാൽ പിന്നെ ഒരു കാരണവശാലും അത് തിരികെ കയറ്റാൻ ശ്രമിക്കരുത്. പരീക്ഷണം ഉടൻ അവസാനിപ്പിച്ച് റിയാക്ടർ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്യണം. അടിഞ്ഞുകൂടിയ സെനോൺ വാതകം ഇല്ലാതാകാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും കാത്തിരിക്കണം. അതായിരുന്നു ശരിയായ വഴി. അക്കിമോവ് ഈ വിവരങ്ങൾ പറയുമ്പോഴേക്കും ഡയാറ്റ്ലോവിന്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. പരീക്ഷണം മാറ്റിവെച്ചാൽ അത് തന്റെ പ്രമോഷനെ ബാധിക്കുമെന്നും മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നും അയാൾക്കറിയാമായിരുന്നു. ഉറക്കമൊഴിച്ച് പരീക്ഷണത്തിനായി കാത്തിരുന്ന ആ രാത്രി വെറുതെയാകാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അയാൾ അക്കിമോവിന് നേരെ പൊട്ടിത്തെറിച്ചു. അസഭ്യവർഷങ്ങളോടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ കടുത്ത സ്വരത്തിൽ ഒരു പുതിയ ഉത്തരവ് നൽകി. പവർ ഉടൻ തന്നെ തിരികെ 700ലേക്ക് ഉയർത്തുക. ടോപ്റ്റനോവ് ഭയന്നുപോയി. അതൊരു വലിയ തെറ്റാണെന്ന് ആ 25-കാരന് മനസ്സിലായി. കടുത്ത വാശിയോടെ നിൽക്കുന്ന ഡയാറ്റ്ലോവിനെ ധിക്കരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. വിറയ്ക്കുന്ന കൈകൾ വീണ്ടും കൺട്രോൾ പാനലിലേക്ക് നീണ്ടു. പവർ ഉയർത്തണമെങ്കിൽ റിയാക്ടറിനുള്ളിലെ കൺട്രോൾ റോഡുകൾ പുറത്തേക്ക് വലിച്ചെടുക്കണം. വാഹനം മുന്നോട്ടു പോകാൻ ബ്രേക്കുകൾ അയച്ചു കൊടുക്കുന്നതുപോലെ. 211 കൺട്രോൾ റോഡുകളാണ് ആ റിയാക്ടറിൽ ഉള്ളത്. ചുരുങ്ങിയത് 30 റോഡുകളെങ്കിലും റിയാക്ടറിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് സുരക്ഷാ നിയമം. എന്നാൽ സെനോൺ വാതകം മൂടി നിൽക്കുന്ന ആ റിയാക്ടറിൽ പവർ കൂട്ടാൻ വേണ്ടി ടോപ്റ്റനോവിന് കൂടുതൽ റോഡുകൾ പുറത്തേക്ക് വലിച്ചെടുക്കേണ്ടി വന്നു. ഓരോ റോഡുകൾ പുറത്തേക്ക് വരുമ്പോഴും അപകടത്തിന്റെ ആഴം കൂടുകയായിരുന്നു. 60, 80, 100. ഒടുവിൽ കേവലം 9 കൺട്രോൾ റോഡുകൾ മാത്രം ബാക്കിവെച്ച് ബാക്കിയെല്ലാം അവർ പുറത്തേക്കെടുത്തു. റിയാക്ടറിനെ നിയന്ത്രിച്ചു നിർത്തേണ്ട അവസാനത്തെ സുരക്ഷാ കവചങ്ങളും അവർ സ്വയം അഴിച്ചുമാറ്റുകയായിരുന്നു. കമ്പ്യൂട്ടറുകളുടെ വാണിംഗ് അലാറങ്ങൾ മുറിയിൽ മുഴങ്ങാൻ തുടങ്ങി. എന്നാൽ ഡയാറ്റ്ലോവ് അതൊന്നും വകവെച്ചില്ല. അലാറങ്ങൾ ഓഫ് ചെയ്യാൻ അയാൾ നിർദ്ദേശം നൽകി. പരീക്ഷണത്തിന് തടസ്സമാകാതിരിക്കാൻ എമർജൻസി കോർ കൂളിംഗ് സിസ്റ്റം പോലുള്ള സുപ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ അവർ നേരത്തെ തന്നെ വിച്ഛേദിച്ചിരുന്നു. അഥവാ ഒരപകടം സംഭവിച്ചാൽ തനിയെ പ്രവർത്തിക്കേണ്ട വാൽവുകളും സെൻസറുകളും എല്ലാം പൂർണ്ണമായും നിർജീവമാണ്. ഭീമാകാരനായ ആ റിയാക്ടറിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പതിയെ പതിയെ മീറ്ററുകളിലെ അക്കങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. 50, 100, 150. എന്നാൽ 200 മെഗാവാട്ടിനപ്പുറം പവർ ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. റിയാക്ടറിനുള്ളിലെ സെനോൺ വാതകം അതിനെ ശക്തമായി തടഞ്ഞു നിർത്തുകയായിരുന്നു. 200 മെഗാവാട്ട് എന്നത് പരീക്ഷണം നടത്താൻ ആവശ്യമായ പവറിന്റെ പകുതി പോലുമില്ല. മാത്രമല്ല, ഈ അവസ്ഥയിൽ റിയാക്ടർ അങ്ങേയറ്റം അസ്ഥിരമായിരിക്കും. ഉള്ളിൽ വെള്ളം തിളച്ചുമറിയുകയാണ്. മുകളിൽ ആവശ്യത്തിന് സുരക്ഷാ റോഡുകളില്ല. കൺട്രോൾ റൂമിലെ നിയന്ത്രണങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ കാട്ടുതീയെ എളുപ്പത്തിൽ കത്തുന്ന കടലാസുകൾ കൊണ്ട് മൂടിവെച്ചിരിക്കുന്നതുപോലെയായിരുന്നു ആ അവസ്ഥ. ഒരൊറ്റ സ്പാർക്ക് മതി എല്ലാം തകർന്നു തരിയാകാൻ. അക്കിമോവ് അവസാനമായി ഒന്നുകൂടി ഡയാറ്റ്ലോവിനോട് പരീക്ഷണം നിർത്തിവെക്കാൻ അപേക്ഷിച്ചു നോക്കി. എന്നാൽ സ്വന്തം അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ഡയാറ്റ്ലോവ് അതൊന്നും ചെവികൊണ്ടില്ല. സുരക്ഷാ സിസ്റ്റങ്ങളെല്ലാം ബൈപ്പാസ് ചെയ്യാനും
ഏതു വിധേനയും പരീക്ഷണം തുടങ്ങാനും അയാൾ ഉത്തരവിട്ടു. ഒരു സ്പ്രിങ് അതിന്റെ പരമാവധി ശക്തിയിൽ അമർത്തിവെച്ചിരിക്കുന്നതുപോലെയായിരുന്നു അപ്പോൾ 4-ാം നമ്പർ റിയാക്ടർ. പുറത്ത് കാറ്റപ്പോഴും പ്രിപ്യാറ്റ് നഗരത്തെ തഴുകിക്കടന്നുപോകുന്നുണ്ടായിരുന്നു. വീടുകളിലെ സുരക്ഷിതത്വത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. പ്ലാന്റിന്റെ സുരക്ഷയിൽ വിശ്വസിച്ച് അവർ സുഖമായി ഉറങ്ങുകയാണ്. എന്നാൽ കൺട്രോൾ റൂമിലെ ആ മനുഷ്യർ തങ്ങളുടെ കൈകൾ കൊണ്ട് മരണത്തെ വിളിച്ചുണരുകയാണെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. സമയം 1:23 ആകാറായി. പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ സർവനാശത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പിലേക്ക് അവർ കടക്കുകയാണ്. സമയം കൃത്യം 1:23:04. ചരിത്രം അതിൻ്റെ ശ്വാസമടക്കിപ്പിടിച്ച് ആ നിമിഷം വന്നെത്തി. കൺട്രോൾ റൂം 4-ലെ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് കടുത്ത പിരിമുറുക്കം നിഴലിച്ചിരുന്നു. ഡയാറ്റ്ലോവിൻ്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. വലിയ ടർബൈനുകളിലേക്കുള്ള നീരാവിയുടെ പ്രവാഹം അവർ വിച്ഛേദിച്ചു. ഇനി ടർബൈനുകൾ അവയുടെ ബാക്കി നിൽക്കുന്ന വേഗതയിൽ മാത്രമേ കറങ്ങുകയുള്ളൂ. അതുത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ഇനി റിയാക്ടറിലേക്കുള്ള കൂളിംഗ് പമ്പുകൾ പ്രവർത്തിക്കേണ്ടത്. എല്ലാം അവർ പ്ലാൻ ചെയ്തതുപോലെ നടന്നാൽ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാം. എന്നാൽ പ്രകൃതിയുടെയും ഭൗതികശാസ്ത്രത്തിൻ്റെയും നിയമങ്ങൾ അവർക്കനുകൂലമായിരുന്നില്ല. ടർബൈനുകളുടെ വേഗത കുറയുന്നതിനനുസരിച്ച് റിയാക്ടറിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന യന്ത്രങ്ങളുടെ ശക്തിയും കുറയാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതോടെ റിയാക്ടറിനുള്ളിലെ താപനില പതിയെ ഉയർന്നു. അവിടെയാണ് ചെർണോബിലിലെ RBMK റിയാക്ടറുകളുടെ ഏറ്റവും വലിയ രൂപകൽപ്പനാ പിഴവ് വില്ലനായി മാറിയത്. ലോകത്തുള്ള മറ്റ് സാധാരണ റിയാക്ടറുകളിൽ വെള്ളം കുറയുമ്പോൾ ഊർജ്ജോൽപാദനം തനിയെ കുറയുകയാണ് ചെയ്യുക. കാരണം വെള്ളമാണ് അവിടെ ന്യൂട്രോണുകളുടെ വേഗത നിയന്ത്രിക്കുന്നത്. എന്നാൽ സോവിയറ്റ് ഡിസൈനിൽ അത് നേരെ തിരിച്ചായിരുന്നു. ഇതിനെ ശാസ്ത്രലോകം പോസിറ്റീവ് വോയിഡ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നു. അതായത് റിയാക്ടറിനുള്ളിൽ വെള്ളം കുറയുകയും അത് തിളച്ച് നീരാവിയായി മാറുകയും ചെയ്യുമ്പോൾ ഊർജ്ജം കുറയുന്നതിന് പകരം അത് അതിവേഗം വർദ്ധിക്കാൻ തുടങ്ങും. വെള്ളം തിളച്ചു മറിയുകയാണ്. നീരാവിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് റിയാക്ടറിനുള്ളിലെ പവർ വീണ്ടും വീണ്ടും വർദ്ധിച്ചു. ഈ അമിതമായ താപം മൂലം കൂടുതൽ വെള്ളം നീരാവിയായി മാറുന്നു. അത് വീണ്ടും പവർ കൂട്ടുന്നു. ഇതൊരവസാനമില്ലാത്ത ചാക്രിക പ്രക്രിയയായി മാറി. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വാഹനം വലിയൊരു ഇറക്കത്തിലൂടെ ബ്രേക്കില്ലാതെ താഴേക്ക് കുതിച്ചു പോകുന്നതുപോലെയായിരുന്നുള്ളത്. കൺട്രോൾ പാനലിലെ മീറ്ററുകൾ അസാധാരണമാവിധം ചലിക്കാൻ തുടങ്ങി. 200 മെഗാവാട്ടിൽ നിന്നിരുന്ന പവർ സെക്കൻഡുകൾക്കുള്ളിൽ മുകളിലേക്ക് കുതിച്ചുയരുകയാണ്. ലിയോണിഡ് ടോപ്റ്റനോവിൻ്റെ കണ്ണുകൾ വികസിച്ചു. അയാളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുപോലെ തോന്നി. കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ ചുവന്ന വെളിച്ചങ്ങൾ മിന്നിമറയാൻ തുടങ്ങി. അതുവരെ നിശബ്ദമായിരുന്ന ആ കൺട്രോൾ റൂമിനെ നടുക്കിക്കൊണ്ട് അപായമണികൾ ഒന്നിനു പുറകെ ഒന്നായി ഉച്ചത്തിൽ മുഴങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പവർ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കുതിച്ചുയരുമെന്ന് ഷിഫ്റ്റ് സൂപ്പർവൈസറായ അക്കിമോവ് തിരിച്ചറിഞ്ഞു. റിയാക്ടർ പൂർണ്ണമായും നിയന്ത്രണം വിട്ടിരിക്കുന്നു. ഇനി ഒരേ ഒരു വഴി മാത്രമേ അവരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആ പവർ പ്ലാന്റിലെ ഏറ്റവും അവസാനത്തെ ആയുധം. അടിയന്തര സാഹചര്യങ്ങളിൽ റിയാക്ടർ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്യാനുള്ള എമർജൻസി ബട്ടൺ. അക്കിമോവ് സർവ്വശക്തിയും എടുത്തുറക്കെ വിളിച്ചു പറഞ്ഞു, AZ-5 ബട്ടൺ അമർത്തുക. സമയം കൃത്യം 1:23:40. ടോപ്റ്റനോവ് പാനലിലെ ആ ചുവന്ന ബട്ടണിലേക്ക് കൈനീട്ടി. AZ-5 അഥവാ അവാരിനെയ സഷിധ 5. ഈ ബട്ടൺ അമർത്തിയാൽ പുറത്തെടുത്തു വച്ചിരിക്കുന്ന എല്ലാ കൺട്രോൾ റോഡുകളും ഒറ്റയടിക്ക് റിയാക്ടറിനുള്ളിലേക്ക് വീഴും. അതോടെ പ്രക്രിയകളെല്ലാം നിലച്ച് റിയാക്ടർ സുരക്ഷിതമായി ഷട്ട് ഡൗൺ ആകും. അതായിരുന്നു അവരുടെ വിശ്വാസം. ടോപ്റ്റനോവ് ഒരു വലിയ ആശ്വാസത്തോടെ ആ ബട്ടൺ അമർത്തി. മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ടു. മുകളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട ആ 200ഓളം കൺട്രോൾ റോഡുകൾ ഭാരമേറിയ റിയാക്ടർ കോറിലേക്ക് പതിയെ ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ അവിടെയും ആ നിർഭാഗ്യകരമായ സാങ്കേതിക പിഴവ് അവരെ കാത്തിരുന്നുപോയി. ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസൈൻ തകരാറ്. ഈ കൺട്രോൾ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂട്രോണുകളെ വലിച്ചെടുക്കാൻ കഴിവുള്ള ബോറോൺ എന്ന പദാർത്ഥം കൊണ്ടാണ്. എന്നാൽ ആ റോഡുകളുടെ ഏറ്റവും താഴത്തെ അറ്റത്ത്, അതായത് റിയാക്ടറിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്ന ഭാഗത്ത്, സോവിയറ്റ് ശാസ്ത്രജ്ഞർ ഗ്രാഫൈറ്റാണ് ഘടിപ്പിച്ചിരുന്നത്. നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത്. ഗ്രാഫൈറ്റിന്റെ സ്വഭാവം ബോറോണിന് നേരെ എതിരാണ്.
അത് പവർ കുറയ്ക്കുന്നതിന് പകരം പവർ പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. AZ5 ബട്ടൺ അമർത്തിയപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ബോറോൺ റിയാക്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ റോഡുകളുടെ അറ്റത്തുള്ള ഗ്രാഫൈറ്റ് കോറിലേക്ക് പ്രവേശിച്ചു. അതുവരെ സെനോൺ വാതകവും നീരാവിയും കാരണം ശ്വാസം മുട്ടി നിന്നിരുന്ന ആ റിയാക്ടറിലേക്ക് വലിയ അളവിൽ ഗ്രാഫൈറ്റ് കൂടി എത്തിയതോടെ അതൊരു വലിയ ബോംബായി മാറി. കത്തിനിൽക്കുന്ന തീയിലേക്ക് വെള്ളമൊഴിക്കാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ ഒരു വലിയ പാത്രം പെട്രോൾ ഒഴിച്ചതുപോലെയായിരുന്നു ആ നിമിഷം. കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചത് പവർ 0-ലേക്ക് താഴുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. മീറ്ററുകളിലെ സൂചികൾ അതിന്റെ അവസാന ലിമിറ്റും കടന്ന് മുകളിലേക്ക് പോയി. സാധാരണഗതിയിൽ 3200 മെഗാവാട്ടിൽ പ്രവർത്തിക്കേണ്ട ആ യന്ത്രത്തിന്റെ പവർ ആ ഒറ്റ നിമിഷത്തിൽ 30,000 മെഗാവാട്ടിന് മുകളിലേക്ക് കുതിച്ചുയർന്നു. റിയാക്ടറിനുള്ളിൽ അചിന്ത്യമായൊരു താപനില രൂപപ്പെട്ടു. വെള്ളം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് നീരാവിയായി മാറി. പെട്ടെന്ന് കൺട്രോൾ റൂമിന്റെ തറ വിറയ്ക്കാൻ തുടങ്ങി. ഭൂകമ്പം വന്നതുപോലെ കെട്ടിടം മുഴുവൻ കുലുങ്ങുകയായിരുന്നു. പുറത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ നോക്കി ശാന്തമായി ഉറങ്ങുന്ന പ്രിപ്യാറ്റ് നഗരം ആ ചെറിയ മുഴക്കം അറിഞ്ഞിരുന്നില്ല. എന്നാൽ കൺട്രോൾ റൂമിലെ ഭിത്തികളിൽ നിന്നും പ്ലാസ്റ്ററുകൾ അടർന്നു വീഴാൻ തുടങ്ങി. ഭയാനകമായൊരിരമ്പൽ താഴെ നിന്നും കേൾക്കാം. റിയാക്ടറിനെ മൂടിവെച്ചിരിക്കുന്ന 1000 ടൺ ഭാരമുള്ള ആ വലിയ ഇരുമ്പ് മൂടി ഉള്ളിലെ മർദ്ദം താങ്ങാനാവാതെ മുകളിലേക്ക് തുള്ളിച്ചാടാൻ തുടങ്ങിയിരുന്നു. ടോപ്റ്റനോവും അക്കിമോവും ഭയന്ന് മറവിച്ചുപോയി. തങ്ങൾ അമർത്തിയത് സുരക്ഷാ ബട്ടൺ ആയിരുന്നില്ല, മറിച്ച് സർവനാശത്തിനുള്ള സ്ഫോടക വസ്തുവിന്റെ ട്രിഗർ ആയിരുന്നുവെന്ന് അവർ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. പവർ കുറയേണ്ടതിനു പകരം അത് അതിരുകൾ ലംഘിച്ച് കുതിച്ചുയരുകയാണ്. റോഡുകൾ പാതിവഴിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അമിതമായ ചൂടിൽ അവ ഉരുകിത്തുടങ്ങിയിരുന്നു. ഇനി അവരെ രക്ഷിക്കാൻ യാതൊരു മാർഗവുമില്ല. ഏതു നിമിഷവും ആ റിയാക്ടർ പിളർന്നുമാറും. ഡയാറ്റ്ലോവിന്റെ മുഖത്തെ ആത്മവിശ്വാസം പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും ഉൾക്കൊള്ളാൻ അയാൾക്കും കഴിഞ്ഞില്ല. തങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് മനുഷ്യൻ നിർമ്മിച്ച ഒരു യന്ത്രം ഒരദൃശ്യ രാക്ഷസനായി മാറുന്നത് അവർ നോക്കി നിന്നു. ഇനി തിരിച്ചുപോക്കില്ലാത്ത ഒരു ബിന്ദുവിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. സമയം 1:23:42. പുറത്ത് കാലം സർവനാശത്തിന്റെ ആ അവസാന നിമിഷത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു. സമയം കൃത്യം 1:23:45. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ആ നിമിഷം വന്നെത്തി. 4-ാം നമ്പർ റിയാക്ടറിനുള്ളിലെ മർദ്ദം ഒരഗ്നിപർവ്വതം പോലെ അതിന്റെ പരമാവധിയിലെത്തിയിരുന്നു. ഉള്ളിലെ ഇന്ധനക്കുഴലുകൾ ഓരോന്നായി പൊട്ടിത്തെറിച്ചു. അമിതമായ ചൂടിൽ കോറിലെ കൂളിംഗ് വെള്ളം പൂർണ്ണമായും നീരാവിയായി മാറി. ആ നീരാവിയുടെ അതിശക്തമായ മർദ്ദം താങ്ങാനാവാതെ റിയാക്ടറിന്റെ ഹൃദയം വലിയൊരു ശബ്ദത്തോടെ പിളർന്നു. ഭൂമി കുലുങ്ങി. 2000 ടൺ ഭാരമുള്ള റിയാക്ടറിനെ മൂടിവെച്ചിരുന്ന ആ കൂറ്റൻ ഇരുമ്പുമൂടി ഒരു ചെറിയ കടലാസ് കഷ്ണം പോലെ വായുവിലേക്ക് തെറിച്ചുപോയി. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര തവിടുപൊടിയായി. അതോടെ അതുവരെ ഇരുമ്പ് കവചങ്ങൾക്കുള്ളിൽ ബന്ധിയാക്കപ്പെട്ടിരുന്ന ആ റിയാക്ടർ പൂർണ്ണമായും പുറത്തെ അന്തരീക്ഷത്തിലേക്ക് തുറക്കപ്പെട്ടു. പുറത്തുനിന്നുള്ള ഓക്സിജൻ അമിതവേഗത്തിൽ ഉള്ളിലേക്ക് ഇരച്ചുകയറി. അവിടെ തിളച്ചുമറിയുന്ന ഹൈഡ്രജനും ഗ്രാഫൈറ്റുമായി ആ ഓക്സിജൻ സമ്പർക്കത്തിൽ വന്നതോടെ രണ്ടാമത്തെ സ്ഫോടനം നടന്നു. ആദ്യത്തേതിനേക്കാൾ വലിയ അതിഭയാനകമായൊരു സ്ഫോടനം. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു വലിയ തീജ്വാല ആകാശത്തേക്കുയർന്നു. കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗം ആ സ്ഫോടനത്തിൽ ഇല്ലാതായി. 500 ടണ്ണിലധികം വരുന്ന ചുട്ടുപഴുത്ത ഗ്രാഫൈറ്റ് കഷ്ണങ്ങളും റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും ആകാശത്തേക്ക് തെറിച്ചുപോയി. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്കയിട്ട ആറ്റം ബോംബിൽ നിന്നും പുറത്തുവന്നതിനേക്കാൾ 400 മടങ്ങ് അധികം റേഡിയേഷനാണ് ആ ഒറ്റയടിക്ക് അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടപ്പെട്ടത്. കൺട്രോൾ റൂം 4-ൽ പെട്ടെന്ന് അന്ധകാരം വ്യാപിച്ചു. നിലവിളിക്കുന്നതുപോലെ ശബ്ദമുണ്ടാക്കിയിരുന്ന അലാറങ്ങളെല്ലാം ഒറ്റയടിക്ക് നിലച്ചു. ഒരു വലിയ സ്ഫോടന ശബ്ദത്തോടെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങളും പൊടിയും താഴേക്ക് പതിച്ചു. അവിടെ മരണത്തിന്റെ ഒരു വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ബാക്കപ്പ് ലൈറ്റുകളുടെ നേർത്ത വെളിച്ചത്തിൽ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഡയാറ്റ്ലോവ് എഴുന്നേറ്റ് നിന്നു. അയാളുടെ ചുണ്ടുകളിൽ ചോരയുണ്ടായിരുന്നു. വായുവിൽ വല്ലാത്തൊരു ലോഹത്തിന്റെ രുചി പടർന്നിരുന്നു. റേഡിയേഷന്റെ സാന്നിധ്യം അറിയിക്കുന്ന ആദ്യത്തെ ലക്ഷണം. അക്കിമോവും ടോപ്റ്റനോവും തറയിൽ വീണ് കിടക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭയമുണ്ടായിരുന്നു. തങ്ങളുടെ തൊട്ടടുത്ത് ആ ഭിത്തിക്കപ്പുറം റിയാക്ടർ പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നുവെന്ന് അക്കിമോവിനും ടോപ്റ്റനോവിനും മനസ്സിലായി. എന്നാൽ ഡയാറ്റ്ലോവ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല.
അയാളുടെ തലച്ചോറിന് ആ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. റിയാക്ടർ പൊട്ടിത്തെറിക്കില്ല, അതൊരിക്കലും സംഭവിക്കില്ല, മുകളിലെ വാട്ടർ ടാങ്ക് പൊട്ടിയതാണ് എന്നയാൾ തന്നോട് തന്നെ എന്ന പോലെ പിറുപിറുത്തു. യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അയാൾ. റിയാക്ടർ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിച്ച് അയാൾ വീണ്ടും കമാൻഡുകൾ കൊടുക്കാൻ തുടങ്ങി. ആ നിമിഷത്തിൽ തങ്ങളുടെ അഹങ്കാരം എന്താണ് വരുത്തിവെച്ചതെന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. പ്ലാന്റിനു പുറത്ത് ആകാശം മുഴുവൻ മാറിമറിഞ്ഞിരുന്നു. തകർന്നടിഞ്ഞ 4-ാം നമ്പർ റിയാക്ടറിന്റെ ഉള്ളിൽ നിന്നും നേരിട്ട് ആകാശത്തേക്ക് തിളങ്ങുന്ന ഒരു വലിയ നീല വെളിച്ചമുയർന്നു നിന്നു. ഒരു ലേസർ ബീം പോലെ അത് മേഘങ്ങളെ കീറിമുറിച്ചു. കാണാൻ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. ചരിത്രത്തിൽ വളരെ കുറച്ചുപേർ മാത്രം കണ്ടിട്ടുള്ള ഒന്നായിരുന്നു അയണൈസ് ചെയ്യപ്പെട്ട റേഡിയേഷന്റെ സാന്നിധ്യമറിയിക്കുന്ന ചെറൻകോഫ് റേഡിയേഷൻ. ആകാശം കാണാൻ മനോഹരമായ നീല നിറത്തിൽ തിളങ്ങി നിന്നെങ്കിലും വായുവിൽ അദൃശ്യനായൊരു വലിയ കൊലയാളി ജനിച്ചു കഴിഞ്ഞു. 3 കിലോമീറ്റർ അകലെ പ്രിപ്യാറ്റ് നഗരത്തിലെ ചില അപ്പാർട്ട്മെന്റുകളുടെ ജനാല ചില്ലുകൾ ആ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ കുലുങ്ങി. ആ ശബ്ദം കേട്ട് ചിലർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അവർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ പവർ പ്ലാന്റിൽ നിന്നും ഉയരുന്ന ആ മനോഹരമായ നീല വെളിച്ചം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഏതോ വലിയ ആഘോഷത്തിന്റെ ഭാഗമായി തെളിയിച്ച വെളിച്ചമായിരിക്കാം എന്നവർ കരുതി. ഭർത്താക്കന്മാർ, പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ചില സ്ത്രീകൾ ആകാശത്തെ അത്ഭുതക്കാഴ്ച നോക്കി ബാൽക്കണിയിൽ നിന്നു. പെട്ടെന്ന് ആകാശത്തു നിന്നും തിളങ്ങുന്ന എന്തൊക്കെയോ താഴേക്ക് വീഴാൻ തുടങ്ങി. ഒരു നേർത്ത മഞ്ഞുവീഴ്ച പോലെ. അതെല്ലാം ശാന്തമായി ഉറങ്ങുന്ന ആ നഗരത്തിലെ നിരത്തുകളിലേക്കും വീടുകളുടെ മേൽക്കൂരകളിലേക്കും മെയ് 1 കുട്ടികൾ കളിക്കാൻ കാത്തിരിക്കുന്ന ആ വലിയ ഫെറിസ് വീലിലേക്കും വന്ന് വീഴുകയായിരുന്നു. അത് വെറുമൊരു മഞ്ഞായിരുന്നില്ല, മറിച്ച് റിയാക്ടറിനുള്ളിൽ നിന്നും തെറിച്ചു വീണ യുറേനിയവും പ്ലൂട്ടോണിയവും കലർന്ന റേഡിയോ ആക്റ്റീവ് ചാരമായിരുന്നു. മരണത്തിന്റെ ഗന്ധമുള്ള ആ ചാരം തങ്ങളുടെ ശരീരത്തിലും മുടിയിലും വീഴുമ്പോൾ അത് തങ്ങളെ ഉള്ളിൽ നിന്നും കാർന്നു തിന്നാൻ പോകുന്ന ഒരു വലിയ വിപത്താണെന്ന് അവർ അറിഞ്ഞതേയില്ല. നഗരം വീണ്ടും ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ ചെർണോബിൽ പ്ലാന്റിൽ പൊട്ടിത്തെറിച്ച റിയാക്ടറിൽ നിന്നും ഉയർന്ന തീജ്വാലകൾ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇരുട്ടിനെ വകഞ്ഞുമാറ്റാൻ തീ അണയ്ക്കാനായി സൈറണുകൾ മുഴക്കിക്കൊണ്ട് ദൂരെ നിന്നും ഫയർ എഞ്ചിനുകൾ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവർക്കറിയാതെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായൊരു മരണക്കളത്തിലേക്ക് ആ മനുഷ്യർ നടന്നെടുക്കുകയായിരുന്നു. സ്ഫോടനം നടന്ന് വെറും 5 മിനിറ്റുകൾക്ക് ശേഷം പ്രിപ്യാറ്റിലെ ഫയർ സ്റ്റേഷനിൽ നിന്നും അപായ സൈറണുകൾ മുഴങ്ങിത്തുടങ്ങി. തണുത്ത കാറ്റ് വീശുന്ന ആ രാത്രിയുടെ നിശബ്ദതയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഫയർ എഞ്ചിനുകൾ പവർ പ്ലാന്റ് ലക്ഷ്യമാക്കി പാഞ്ഞു. വാഹനത്തിലിരുന്ന് പുറത്തേക്ക് നോക്കിയ 25-കാരനായ വാസിലി ഇഗ്നാറ്റെൻകോ എന്ന അഗ്നിശമന സേനാംഗം ആ കാഴ്ച കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. തങ്ങളുടെ നഗരത്തിന്റെ അഭിമാനമായ പ്ലാന്റിന്റെ 4-ാം നമ്പർ കെട്ടിടത്തിനു മുകളിൽ വലിയൊരു തീജ്വാല ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂര പാടെ തകർന്നിരിക്കുന്നു. ചുറ്റുപാടുമുള്ള ആകാശമെല്ലാം ഒരുതരം കൃത്രിമമായ ചുവപ്പും നീലയും കലർന്ന വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. കൺട്രോൾ റൂമിൽ നിന്നും ഫയർ സ്റ്റേഷനിലേക്ക് ലഭിച്ച സന്ദേശം വളരെ ലളിതമായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തീ പിടിച്ചിരിക്കുന്നു. അതൊരു സാധാരണ തീപിടുത്തമാണെന്ന് മാത്രമാണ് വാസിലിയും സംഘവും കരുതിയത്. പ്ലാന്റിനു മുകളിൽ വിരിച്ചിരുന്ന ടാർ ഉരുകി കത്തിപ്പിടിച്ചതായിരിക്കാം എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്. തങ്ങളുടെ സാധാരണ യൂണിഫോമും പ്ലാസ്റ്റിക് ഹെൽമറ്റും മാത്രം ധരിച്ചാണ് ആ ചെറുപ്പക്കാർ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയത്. റേഡിയേഷൻ അളക്കുന്ന ഡോസിമീറ്ററുകളോ അത്തരം സന്ദർഭങ്ങളിൽ ധരിക്കേണ്ട ഈയത്തിൽ പൊതിഞ്ഞ കവചങ്ങളോ അവരുടെ പക്കലുണ്ടായിരുന്നില്ല. തങ്ങൾ നടന്നെടുക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മരണക്കളത്തിലേക്കാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്ലാന്റിന്റെ താഴെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയ അവരെ കാത്തിരുന്നത് തികച്ചും വിചിത്രമായൊരു കാഴ്ചയായിരുന്നു. റോഡിലും പരിസരത്തുമെല്ലാം കറുപ്പ നിറത്തിലുള്ള കല്ലുകൾ ചിതറിക്കിടക്കുന്നു. ചിലത് കൽക്കരി പോലെ ചുവന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട് കൗതുകം തോന്നിയ വാസിലിയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ആ കല്ലിലൊന്ന് കയ്യിലെടുത്തു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ കൈപ്പത്തിയിലെ തൊലി പൊള്ളിയടർന്നു വീഴാൻ തുടങ്ങി. അത് വെറുമൊരു കല്ലായിരുന്നില്ല. 4-ാം നമ്പർ റിയാക്ടറിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിത്തെറിച്ചു വീണ അത്യന്തം അപകടകരമായ ഗ്രാഫൈറ്റ് കഷണങ്ങളായിരുന്നു. ഓരോ ഗ്രാഫൈറ്റ് കഷണത്തിൽ നിന്നും മാരകമായ തോതിലാണ് റേഡിയേഷൻ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ആ ചെറിയൊരു കല്ല് തൊട്ടപ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച റേഡിയേഷൻ
ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവൻ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു. എങ്കിലും തങ്ങളുടെ കടമ മറക്കാൻ അവർ തയ്യാറായിരുന്നില്ല. തകർന്നടിഞ്ഞ കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ അവർ വലിയ പൈപ്പുകൾ വലിച്ചുകൊണ്ടുപോയി. കോവണിപ്പടികൾ വഴി അവർ കത്തുന്ന മേൽക്കുരയിലേക്ക് കയറി. അവിടെ ചൂട് അസഹനീയമായിരുന്നു. തീ അണയ്ക്കാൻ വേണ്ടി അവർ പൈപ്പിലൂടെ വെള്ളം ചീറ്റിക്കാൻ തുടങ്ങി. എന്നാൽ ആ വെള്ളം ചെന്നു വീണത് വെറുമൊരു തീയിലേക്കായിരുന്നില്ല. 3000-ലധികം ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന അണുവികിരണം വമിക്കുന്ന റിയാക്ടർ കോറിലേക്കാണ് അവർ വെള്ളമൊഴിച്ചത്. ആ വെള്ളം തട്ടിയ നിമിഷം തന്നെ ഉഗ്രമായ ശബ്ദത്തോടെ അത് നീരാവിയായി മാറി. റേഡിയോ ആക്റ്റീവ് കണങ്ങളടങ്ങിയ ആ കൊടും വിഷം ഒരു നീരാവിയായി ആ മനുഷ്യരുടെ ശരീരങ്ങളിലേക്ക് അരിച്ചിറങ്ങി. സമയം കടന്നുപോകവേ അവർക്ക് ചുറ്റുമുള്ള വായുവിന് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നതായി അവർക്ക് തോന്നി. വായുവിൽ ഒരു ഇരുമ്പ് തുരുമ്പിച്ചതുപോലുള്ള രുചി അവർക്കനുഭവപ്പെട്ടു. തൊണ്ട വരളാനും കണ്ണുകൾ വല്ലാതെ നീറാനും തുടങ്ങി. തീയുടെ ചൂടിനപ്പുറം ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ഒരു അദൃശ്യമായ താപം അവരോരോരുത്തരും അറിഞ്ഞു തുടങ്ങിയിരുന്നു. പലരുടെയും മുഖം പൊള്ളലേറ്റതുപോലെ ചുവന്നു തുടുത്തു. റേഡിയേഷൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോശങ്ങൾ നശിക്കുന്നതുമൂലമുണ്ടാകുന്ന റേഡിയേഷൻ ടാൻ എന്ന പ്രതിഭാസമായിരുന്നു അത്. ഇതൊക്കെ പുക ശ്വസിച്ചതുകൊണ്ടാണെന്നാണ് ആ പാവം മനുഷ്യർ കരുതിയത്. പെട്ടെന്ന് വാസിലിയുടെ സുഹൃത്തുക്കളിലൊരാൾ തളർന്നു വീണു. അയാൾ നിർത്താതെ ഛർദ്ദിക്കാൻ തുടങ്ങി. കാലുകൾക്ക് ബലമില്ലാതാവുകയും തലകറങ്ങി വീഴുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ മറ്റുള്ളവരും ഒന്നിനു പുറകെ ഒന്നായി തളർന്നു വീഴാൻ തുടങ്ങി. റേഡിയേഷൻ എന്ന അദൃശ്യനായ ശത്രു അവരുടെ DNA-കളെ ഓരോന്നായി നശിപ്പിക്കുകയായിരുന്നു. ശരീരത്തിലെ കോശങ്ങളുടെ ഘടന തന്നെ പൂർണ്ണമായും തകർന്നുകൊണ്ടിരുന്നു. എങ്കിലും അവർ പിന്മാറിയില്ല. മേൽക്കൂരയിലെ തീ മറ്റു കെട്ടിടങ്ങളിലേക്ക് പടരാതിരിക്കാൻ അവർ മണിക്കൂറുകളോളം പൊരുതി നിന്നു. തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ആ വലിയ ദുരന്തത്തെ കൂടുതൽ വ്യാപിപ്പിക്കാതെ തടഞ്ഞു നിർത്തിയത്. പുലർച്ചെ 5:30-ഓടെ മേൽക്കൂരയിലെ വലിയ തീജ്വാലകൾക്ക് ശമനമായി. എന്നാൽ വാസിലി ഉൾപ്പെടെയുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. അവരെല്ലാവരും നിലം പതിച്ചിരുന്നു. ഉടൻ തന്നെ അവരെ പ്രിപ്യാറ്റിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് കരുതി ഡ്യൂട്ടിക്ക് പോയ ആ മനുഷ്യർ പിന്നീട് ഒരിക്കലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജീവനോടെ കണ്ടിട്ടില്ല. തീ അണയ്ക്കാൻ പോയവർ തങ്ങളുടെ സ്വന്തം ജീവൻ ആ റിയാക്ടറിലെ തീജ്വാലകൾക്ക് നൽകിയാണ് തിരികെ വന്നത്. സത്യത്തിൽ അവർ പോരാടുന്നത് തീപ്പൊരികളോടല്ലായിരുന്നു, മറിച്ച് ഒരു കാലത്തും വെള്ളം കൊണ്ട് കെടുത്താൻ കഴിയാത്ത ശരീരകോശങ്ങളെ നിശബ്ദമായി കരിച്ചു കളയുന്ന ഒരു അദൃശ്യ രാക്ഷസനോടായിരുന്നു. ചെർണോബിലിലെ അദൃശ്യനായ ആ കൊലയാളി തൻ്റെ ആദ്യത്തെ ഇരകളെ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ഇനി അവൻ ലക്ഷ്യം വയ്ക്കുന്നത് ആ പ്ലാന്റിന് പുറത്തുള്ള നിരപരാധികളായ 50,000 മനുഷ്യരെയാണ്. ഏപ്രിൽ 26 പ്രിപ്യാട്ട് നഗരത്തിനു മുകളിലേക്ക് സൂര്യൻ ഉദിച്ചുയർന്നു. വസന്തകാലത്തെ അതിമനോഹരമായ മറ്റൊരു പുലരി കൂടി ആ നഗരത്തിലേക്ക് കടന്നുവരികയാണ്. ഒരു ശനിയാഴ്ചയായതുകൊണ്ട് തന്നെ നഗരവാസികൾ വളരെ വൈകിയാണ് ഉണർന്നത്. തലേദിവസം രാത്രി ആകാശത്ത് കണ്ട വലിയ നീല വെളിച്ചത്തെക്കുറിച്ചും മുഴങ്ങിക്കേട്ട ശബ്ദത്തെക്കുറിച്ചും ചിലർ പരസ്പരം സംസാരിച്ചിരുന്നു. എന്നാൽ അതൊരു വലിയ കാര്യമായി ആർക്കും തോന്നിയില്ല. കുട്ടികൾ സ്കൂളുകളിലേക്ക് പോയി. മേയ് ദിനാഘോഷത്തിനായി തെരുവുകൾ അലങ്കരിക്കാൻ തുടങ്ങിയിരുന്നു. എങ്ങും സാധാരണ പോലെ ആളുകൾ ചിരിച്ചും സംസാരിച്ചും തങ്ങളുടെ പ്രഭാതകൃത്യങ്ങളിൽ മുഴുകി. എന്നാൽ ആ നഗരവാസികൾ അറിയാത്തൊരു വലിയ സത്യമുണ്ടായിരുന്നു. അവർ ശ്വസിക്കുന്ന വായുവിൽ, അവർ കുടിക്കുന്ന വെള്ളത്തിൽ, അവരുടെ കുട്ടികൾ ഓടിക്കളിക്കുന്ന മണ്ണിലെല്ലാം മരണത്തിൻ്റെ അദൃശ്യനായൊരു കൊലയാളി പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. രാത്രിയിലെ സ്ഫോടനത്തിൽ പുറത്തുവന്ന ടൺ കണക്കിന് റേഡിയോ ആക്റ്റീവ് വാതകങ്ങൾ ഒരു വലിയ മേഘമായി പ്രിപ്യാട്ട് നഗരത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കാറ്റു വീശിയപ്പോൾ ആ മാരകമായ വിഷം നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു നേർത്ത പുക പോലെ പടർന്നു പിടിച്ചു. അതേസമയം പ്രിപ്യാട്ടിലെ പ്രധാന ആശുപത്രിയിൽ തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷമായിരുന്നു. പുലർച്ചെ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ട അഗ്നിശമന സേനാംഗങ്ങളുടെ അവസ്ഥ ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരുന്നു. അവരുടെ ശരീരമാകെ പൊള്ളലേറ്റ് വികൃതമായിരുന്നു. എന്താണവർക്ക് സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല.
വസിലി ഇഗ്നാട്ടെങ്കോ ഉൾപ്പെടെയുള്ളവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ നഴ്സുമാർ ശ്രമിച്ചു. എന്നാൽ ആ വസ്ത്രങ്ങളിൽ തൊട്ട നഴ്സുമാരുടെ കൈകളിൽ നിമിഷങ്ങൾക്കുള്ളിൽ പൊള്ളലേൽക്കാൻ തുടങ്ങി. സ്ഫോടനത്തിൽ തെറിച്ചു വീണ ഗ്രാഫൈറ്റ് കലർന്ന വസ്ത്രങ്ങളായിരുന്നു അത്. ഉയർന്ന തോതിൽ വികിരണം വമിക്കുന്ന ആ വസ്ത്രങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നഴ്സുമാർ ആശുപത്രിയുടെ താഴത്തെ നിലയിലുള്ള ഇരുട്ടറയിൽ കൊണ്ടുപോയി തള്ളി. വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ വസ്ത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇന്നും അതിൽ നിന്നും മാരകമായ റേഡിയേഷൻ പുറത്തുവരുന്നുണ്ട് എന്നതാണ് അതിശയിപ്പിക്കുന്ന സത്യം. ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്ന ആ ചെറുപ്പക്കാരെക്കുറിച്ച് പ്ലാന്റിലെ അധികാരികൾക്ക് യാതൊരു ചിന്തയുമുണ്ടായിരുന്നില്ല. പ്ലാന്റിന്റെ താഴെ സുരക്ഷിതമായ ഒരു ബങ്കറിലിരുന്ന് അവർ തങ്ങളുടെ കസേരകളും പദവികളും എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. പ്ലാന്റ് ഡയറക്ടർ വിക്ടർ ബ്രൂഖാനോവും ചീഫ് എഞ്ചിനീയർ നിക്കോളായ് ഫോമിനും അവിടേക്കെത്തിച്ചേർന്നിരുന്നു. അപ്പോഴും റേഡിയേഷന്റെ ലക്ഷണങ്ങളോടെ ഛർദ്ദിച്ച് തളർന്നിരിക്കുന്ന ഡയാറ്റ്ലോവ് അവരോട് പറഞ്ഞത് റിയാക്ടർ പൂർണ്ണമായും സുരക്ഷിതമാണെന്നായിരുന്നു. വാട്ടർ ടാങ്ക് പൊട്ടിയതുമൂലമുള്ള ചെറിയൊരപകടം മാത്രമാണെന്ന് അയാൾ അവർക്കുറപ്പുകൊടുത്തു. മനുഷ്യന്റെ അഹങ്കാരവും യാഥാർത്ഥ്യത്തെ നിഷേധിക്കാനുള്ള പ്രവണതയും എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. പുറത്ത് റിയാക്ടർ പൂർണ്ണമായും തകർന്ന് റേഡിയേഷൻ പുറന്തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർ ഒരു ചെറിയ മീറ്റർ ഉപയോഗിച്ച് അവിടെയുള്ള റേഡിയേഷൻ അളക്കാൻ ശ്രമിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഡോസിമീറ്ററുകൾക്ക് അളക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ അളവ് വെറും 3.6 റോഞ്ചനുകളായിരുന്നു. അതുകൊണ്ടുതന്നെ അതിലെ സൂചി 3.6-ൽ പോയി നിന്നു. റേഡിയേഷൻ എത്രയുണ്ട്? ബ്രൂഖാനോവ് ചോദിച്ചു. 3.6 റോഞ്ചൻ. അതത്ര വലിയൊരു അപകടമൊന്നുമല്ലല്ലോ എന്നവർ പരസ്പരം ആശ്വസിച്ചു. ഒരു സാധാരണ എക്സ്റേ എടുക്കുന്നതിന് തുല്യമായ അളവ് മാത്രമാണത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ റേഡിയേഷൻ 15,000 റോഞ്ചനുകൾക്ക് മുകളിലായിരുന്നുവെന്ന സത്യം അവർ സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിപ്പിക്കാൻ തയ്യാറായില്ല. തങ്ങളുടെ ഉദ്യോഗം നഷ്ടപ്പെടുമെന്ന ഭയം മൂലം മോസ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അവരൊരു കള്ള റിപ്പോർട്ട് അയച്ചു. ചെറിയൊരു തീപിടുത്തമുണ്ടായിട്ടുണ്ട്. റിയാക്ടർ പൂർണ്ണമായും സുരക്ഷിതമാണ്. റേഡിയേഷൻ സാധാരണ നിലയിലാണ്. ഈ ഒറ്റ കള്ളം കാരണമാണ് പ്രിപ്യാറ്റ് നഗരത്തിലെ 50,000 മനുഷ്യർക്ക് അന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ കഴിയാതെ പോയത്. സത്യം മറച്ചുവെച്ചുകൊണ്ട് ആ അധികാരികൾ നഗരവാസികളെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. പകൽ പകുതിയായപ്പോഴേക്കും നഗരത്തിലെ ജനങ്ങൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. തൊണ്ടയിൽ വല്ലാത്തൊരു വരൾച്ച, വായിലൊരുതരം ഇരുമ്പിന്റെ രുചി, അകാരണമായ ക്ഷീണം. പലരും തെരുവുകളിൽ വെച്ച് ഛർദ്ദിച്ചു. പാർക്കുകളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അസഹനീയമായ തലവേദന അനുഭവപ്പെട്ടു. തെരുവുകൾ കഴുകാൻ വന്ന വാഹനങ്ങൾ റോഡിലേക്കടിച്ച വെള്ളത്തിൽ തിളങ്ങുന്ന റേഡിയോ ആക്റ്റീവ് കണികകൾ ഒഴുകി നടക്കുന്നത് കണ്ട് ചില കുട്ടികൾ അതിൽ കളിക്കാനിറങ്ങി. കണ്ണിന് കാണാൻ കഴിയാത്തൊരു ശത്രു തങ്ങളുടെ കോശങ്ങളെ ഓരോന്നായി നശിപ്പിക്കുകയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഒരു വശത്ത് ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ കള്ളങ്ങൾ മെനയുമ്പോൾ, മറുവശത്ത് പ്രിപ്യാറ്റ് എന്ന നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു വാതക അറയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോസ്കോയിൽ നിന്നും കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാൻ ബോറിസ് ഷെർബിനയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കമ്മീഷൻ പ്രിപ്യാറ്റിലേക്ക് പുറപ്പെട്ടിരുന്നു. എന്നാൽ അവരവിടെ എത്തുമ്പോഴേക്കും സമയം വൈകുന്നേരമാകും. അതുവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ കൊടും വിഷം ശ്വസിച്ചുകൊണ്ട് ഒരു നഗരം മുഴുവൻ തങ്ങളുടെ അവസാനത്തെ പകൽ ജീവിച്ചു തീർക്കുകയായിരുന്നു. സത്യം തിരിച്ചറിയപ്പെടുമ്പോഴേക്കും അവർക്കെല്ലാം ഏറെ വൈകിപ്പോയിരുന്നു. ഏപ്രിൽ 27 വൈകുന്നേരം മോസ്കോയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ കമ്മീഷനുമായി ബോറിസ് ഷെർബിന പ്രിപ്യാറ്റിൽ വന്നിറങ്ങുമ്പോൾ ആ നഗരം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആളുകൾ ശാരീരികമായ അസ്വസ്ഥതകളോടെ ആശുപത്രികളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് നോക്കിയ ഷെർബിനയോടൊപ്പമുണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ ആ വലിയ സത്യം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. പ്ലാന്റിന്റെ 4-ാം നമ്പർ റിയാക്ടർ പൂർണ്ണമായും തകർന്ന് ആകാശത്തേക്ക് തുറന്നു കിടക്കുകയാണ്. അതിൽ നിന്നും മാരകമായ റേഡിയേഷൻ ഇപ്പോഴും വൻതോതിൽ പുറത്തുവരുന്നുണ്ട്. പ്ലാന്റിലെ ഉദ്യോഗസ്ഥർ നൽകിയ 3.6 റോഞ്ചൻ എന്ന കണക്ക് പച്ചക്കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. ഉയർന്ന ശേഷിയുള്ള സൈനിക ഡോസിമീറ്ററുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അവിടെ രേഖപ്പെടുത്തിയത് 15,000 റോഞ്ചനുകൾക്ക് മുകളിലായിരുന്നു. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന റേഡിയേഷന്റെ അനേകായിരം ഇരട്ടി. ഷെർബിനയുടെ മുഖം വിളറി വെളുത്തു.
തന്റെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ നിമിഷവും അദൃശ്യമായ മരണത്തെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ഒട്ടും സമയം കളയാനില്ല. പ്രിപ്യാറ്റ് എന്ന ആ വലിയ നഗരം പൂർണ്ണമായും അടിയന്തരമായി ഒഴിപ്പിക്കാൻ അയാൾ ഉത്തരവിട്ടു. 50,000 മനുഷ്യരെ ഒറ്റയടിക്ക് ഒരു നഗരത്തിൽ നിന്നും മാറ്റുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. രാത്രി ഇരുട്ടിയതോടെ യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ബസ്സുകൾ പ്രിപ്യാറ്റ് നഗരത്തിന് പുറത്തു വന്നു വരിവരിയായി വന്നു നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ നഗരത്തിലെ സാധാരണക്കാർക്ക് യാതൊരു ധാരണയുമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഏപ്രിൽ 27 രാവിലെ മുതൽ നഗരത്തിൽ വിചിത്രമായ ചില കാഴ്ചകൾ കണ്ടു തുടങ്ങി. റേഡിയേഷൻ തടയുന്ന കട്ടിയുള്ള വസ്ത്രങ്ങളും ഗ്യാസ് മാസ്കുകളും ധരിച്ച പട്ടാളക്കാർ തെരുവുകളിൽ ഇറങ്ങി പരിശോധനകൾ നടത്തുന്നു. എന്നാൽ വേനൽക്കാല വസ്ത്രങ്ങൾ അണിഞ്ഞ സാധാരണക്കാർ കൗതുകത്തോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടിരുന്നു. ഒടുവിൽ ആ നിമിഷം വന്നെത്തി. ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് പ്രിപ്യാറ്റിലെ എല്ലാ വീടുകളിലെയും റേഡിയോകളിൽ നിന്നും തെരുവുകളിലെ വലിയ സ്പീക്കറുകളിൽ നിന്നും ഒരേ സമയം ഒരു അനൗൺസ്മെന്റ് മുഴങ്ങിക്കേട്ടു. ശാന്തമായ ആ ഉച്ചസമയത്ത് മുഴങ്ങിയ ആ ശബ്ദം ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു അറിയിപ്പായിരുന്നു. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. പ്രിപ്യാറ്റ് നഗരത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. ചെർണോബിൽ പ്ലാന്റിലുണ്ടായ അപകടം കാരണം നമ്മുടെ നഗരത്തിലെ റേഡിയേഷൻ നില ഉയർന്നിരിക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി നഗരം താൽക്കാലികമായി ഒഴിപ്പിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യ സാധനങ്ങളും രേഖകളും മാത്രമെടുത്ത് താഴെ കാത്തുവൽക്കുന്ന ബസ്സുകളിൽ കയറേണ്ടതാണ്. വെറും 3 ദിവസത്തേക്ക് മാത്രമാണ് ഈ മാറ്റം. അതിനുശേഷം നിങ്ങൾക്ക് തിരികെ വരാം. 3 ദിവസത്തേക്ക് മാറി നിൽക്കണം എന്ന ഒറ്റ ചിന്തയിൽ ജനങ്ങൾ വളരെ ശാന്തരായാണ് ആ നിർദ്ദേശത്തോട് പ്രതികരിച്ചത്. ആരും പരിഭ്രാന്തരായിരുന്നില്ല. കാരണം അവർക്ക് തങ്ങളുടെ അധികാരികളെ അത്രത്തോളം വിശ്വാസമായിരുന്നു. അമ്മമാർ തങ്ങളുടെ കുട്ടികളെ വേഗത്തിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അടുപ്പിൽ വച്ച ഭക്ഷണം പാതിവെന്ത നിലയിൽ അവർ അവിടെ തന്നെ ഉപേക്ഷിച്ചു. 3 ദിവസത്തേക്കല്ലേ, അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ മാത്രം മതിയല്ലോ എന്ന് കരുതി പലരും ചെറിയ ബാഗുകൾ മാത്രമാണെടുത്തത്. കുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ ബെഡിനു മുകളിൽ ഭദ്രമായി വെച്ചു, അടുത്തയാഴ്ച വന്ന് വീണ്ടും കളിക്കാൻ വേണ്ടി. എന്നാൽ ആ ഒഴിപ്പിക്കലിൽ ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുമൃഗങ്ങളെ ഒപ്പം കൊണ്ടുപോകാൻ പട്ടാളക്കാർ ആരെയും അനുവദിച്ചില്ല. നായ്ക്കളുടെയും പൂച്ചകളുടെയും രോമങ്ങളിൽ മാരകമായ റേഡിയേഷൻ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകാം എന്നതായിരുന്നു കാരണം. തങ്ങളെയും കാത്തു വാലാട്ടി നിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നായ്ക്കളെയും പൂച്ചകളെയും വീട്ടിൽ തനിച്ചാക്കി പോകുമ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവയെ ഉപേക്ഷിച്ചിറങ്ങിയത്. ബസ്സുകൾ നീങ്ങി തുടങ്ങിയപ്പോൾ ചില നായ്ക്കൾ കുരച്ചുകൊണ്ട് ബസ്സിനു പിന്നാലെ ഏറെ ദൂരമോടി. തങ്ങളുടെ യജമാനന്മാർ തങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുകയാണെന്ന് ആ മിണ്ടാപ്രാണികൾക്ക് മനസ്സിലായി കാണില്ല. ആ ശൂന്യമായ തെരുവുകളിൽ അവയുടെ ദയനീയമായ കരച്ചിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ആ മഹാപ്രയാണത്തിന് തുടക്കമായി. 1200 ബസ്സുകളിലായി 50,000 മനുഷ്യർ തങ്ങളുടെ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് യാത്ര തിരിച്ചു. ബസ്സിന്റെ ജനാലകളിലൂടെ അവർ തങ്ങളുടെ നഗരത്തെ അവസാനമായി ഒന്നുകൂടി നോക്കി. പൂത്തുനിൽക്കുന്ന റോസാച്ചെടികൾ, മെയ് ദിനത്തിനായി ഒരുക്കിയ തോരണങ്ങൾ, നഗരമധ്യത്തിൽ കുട്ടികളെയും കാത്ത് തലയുയർത്തി നിൽക്കുന്ന ആ വലിയ ഫെറിസ് വീൽ, എല്ലാം പതിയെ പതിയെ അവരുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു തുടങ്ങി. വെറും 3.5 മണിക്കൂർ, അത്രയും സമയം കൊണ്ടാണ് ജനനിബിഡമായ ആ നഗരം പൂർണ്ണമായും ശൂന്യമായത്. അവസാനത്തെ ബസ്സും നഗരാതിർത്തി കടന്നതോടെ പ്രിപ്യാറ്റിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. വീടുകളിലെ ജനാലകൾ പലതും തുറന്നു കിടപ്പുണ്ട്. ചില വീടുകളിൽ റേഡിയോകൾ അപ്പോഴും പാടിക്കൊണ്ടിരുന്നു. ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ കാറ്റിൽ പാറുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ തന്റെ അഹങ്കാരം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു മഹാവിപത്ത് ഒരു സുന്ദരമായ നഗരത്തെ ഒറ്റപ്പകൽ കൊണ്ട് അനാഥമാക്കി മാറ്റി. ഇനി അവിടെ മനുഷ്യർക്ക് സ്ഥാനമില്ല. കാറ്റിനും മഴയ്ക്കും അദൃശ്യനായ റേഡിയേഷനും മാത്രം അവകാശപ്പെട്ട ഒരു പ്രേതനഗരമായി പ്രിപ്യാറ്റ് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ദുരന്തം അവിടെ അവസാനിച്ചിരുന്നില്ല. ആകാശത്തേക്ക് തുറന്നുകിടക്കുന്ന ആ റിയാക്ടറിനുള്ളിൽ ഇപ്പോഴും മാരകമായ വിഷം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. കാറ്റിലൂടെ അത് അവിടെ നിന്നും യൂറോപ്പ് മുഴുവൻ പടർന്നുപിടിക്കാൻ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചേക്കാവുന്ന ആ വലിയ വിപത്തിനെ തടഞ്ഞു നിർത്താൻ ഇനി സാധാരണക്കാരായ കുറച്ചു മനുഷ്യർക്ക് തങ്ങളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വരും. അവരെയാണ് ചരിത്രം പിന്നീട് ഭയത്തോടെയും ബഹുമാനത്തോടെയും ലിക്വിഡേറ്റർമാർ എന്ന് വിളിച്ചത്.
പ്രിപ്യാറ്റ് നഗരം പൂർണ്ണമായും ശൂന്യമായി കഴിഞ്ഞിരുന്നു. കാട്ടിലുലയുന്ന ജനാലപ്പടിയിലെ തുണികളുടെയും ഉപേക്ഷിക്കപ്പെട്ട തെരുവുകളിൽ അലഞ്ഞുതിരിയുന്ന മിണ്ടാപ്രാണികളുടെ ശബ്ദം മാത്രമാണ് അവിടെ അവശേഷിച്ചത്. എന്നാൽ 3 കിലോമീറ്റർ അകലെ തകർന്നടിഞ്ഞ 4-ാം നമ്പർ റിയാക്ടറിൽ അപ്പോഴും കഥ അവസാനിച്ചിരുന്നില്ല. അവിടെ ആ വലിയ രാക്ഷസൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു. മേൽക്കൂരയില്ലാത്ത ആ റിയാക്ടറിനുള്ളിൽ ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ ഇന്ധനവും ഗ്രാഫൈറ്റും ഉരുകിയൊലിക്കുന്ന മാഗ്മ പോലെ തിളച്ചുമറിയുകയാണ്. അതിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്ന അദൃശ്യമായ റേഡിയേഷൻ മേഘങ്ങൾ കാറ്റിലൂടെ അതിർത്തികൾ കടന്ന് സ്വീഡനിലേക്കും മറ്റു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ ഒരു വലിയ ആണവ ഭീതിയുടെ നിഴലിലായി. ഇത് വെറുമൊരു പവർ പ്ലാന്റിൻ്റെയോ നഗരത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് സോവിയറ്റ് ഭരണകൂടം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. ആദ്യം അവർ ശ്രമിച്ചത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തീയണയ്ക്കാനായിരുന്നു. തുറന്നുകിടക്കുന്ന റിയാക്ടറിന് മുകളിലൂടെ പറന്ന് ആയിരക്കണക്കിന് ടൺ മണലും ബോറോണും ലെഡും അവർ താഴേക്ക് നിക്ഷേപിച്ചു. ഹെലികോപ്റ്റർ പൈലറ്റുമാർ റിയാക്ടറിന് മുകളിലൂടെ പറന്ന ആ നിമിഷങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന റേഡിയേഷൻ അതിഭീകരമായിരുന്നു. തുറന്ന ജനാലകളിലൂടെ ഒരു ഇരുമ്പിൻ്റെ രുചി അവരുടെ വായിലേക്ക് ഇരച്ചുകയറി. അദൃശ്യമായ താപം അവരുടെ ശരീരങ്ങളെ ഉള്ളിൽ നിന്നും കരിച്ചു. ഒടുവിൽ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ തീജ്വാലകൾ ഒരുവിധം ശമിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് മാത്രം അപകടമൊഴിഞ്ഞിരുന്നില്ല. പൊട്ടിത്തെറിച്ച റിയാക്ടറിനെ പൂർണ്ണമായി മൂടണമെങ്കിൽ അതിനു മുകളിൽ അവശേഷിക്കുന്ന മറ്റു കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. സ്ഫോടനത്തിൽ തെറിച്ചുവീണ ഉയർന്ന തോതിൽ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന 100 കണക്കിന് ടൺ ഗ്രാഫൈറ്റ് കഷ്ണങ്ങൾ ആ മേൽക്കൂരകളിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഇത് മാറ്റാതെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും അവിടെ നടത്താൻ കഴിയില്ല. ഈയത്തിൽ പൊതിഞ്ഞ വലിയ റോബോട്ടുകളെ അവർ ആ മേൽക്കൂരയിലേക്ക് അയച്ചു. പശ്ചിമ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന ജോക്കർ എന്നു പേരുള്ള അത്യാധുനിക യന്ത്രം അവയിലൊന്നായിരുന്നു. എന്നാൽ മേൽക്കൂരയിലെ റേഡിയേഷൻ 10,000 റോഞ്ചൻ കടന്നിരുന്നതിനാൽ ആ അത്യാധുനിക യന്ത്രങ്ങളുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കരിഞ്ഞുപോയി. യന്ത്രങ്ങൾ പോലും പരാജയപ്പെടുന്ന ഇരുമ്പും ഉരുക്കും ഉരുകിയൊലിക്കുന്ന ഒരിടത്ത് ഇനി ആര് പോകും? അത്ഭുതകരമായ സാങ്കേതിക വിദ്യകൾ പരാജയപ്പെട്ടിടത്ത് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു: മനുഷ്യൻ. യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ മനുഷ്യരെ ഇറക്കാൻ അവർ തീരുമാനിച്ചു. അവരെയാണ് ചരിത്രം ലിക്വിഡേറ്റർമാർ എന്ന് വിളിച്ചത്. സോവിയറ്റ് സൈനികർ, അഗ്നിശമന സേനാംഗങ്ങൾ, ഖനിത്തൊഴിലാളികൾ, ഡോക്ടർമാർ, സാധാരണക്കാരായ തൊഴിലാളികൾ, അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ 6.5 ലക്ഷത്തോളം മനുഷ്യരായിരുന്നു അവർ. അധികാരികൾ അവരെ വിളിച്ച പേര് ബയോ റോബോട്ടുകൾ എന്നായിരുന്നു. തങ്ങളുടെ യൗവനവും ആരോഗ്യവും ഒരുപക്ഷെ ജീവൻ തന്നെയും നൽകേണ്ടിവരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യർ ദുരന്തമുഖത്തേക്ക് നടന്നുകയറിയത്. മേൽക്കൂരയിലെ ആ ഗ്രാഫൈറ്റ് കഷ്ണങ്ങൾ താഴേക്കെറിയുക എന്നതായിരുന്നു അവർക്ക് നൽകിയ ദൗത്യം. മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഭാരമുള്ള കട്ടിയുള്ള ലെഡ് പാളികൾ തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ അവർ ധരിച്ചു. കട്ടിയുള്ള വലിയ ബൂട്ടുകളും ഗ്യാസ് മാസ്കുകളും അണിഞ്ഞു. ശരീരമാകെ ഈയത്തിൽ പൊതിഞ്ഞ ആ മനുഷ്യർക്ക് ജനറൽ താരാക്കനോഫ് നൽകിയ നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു: നിങ്ങൾക്ക് മേൽക്കൂരയിൽ നിൽക്കാൻ വെറും 90 സെക്കൻഡുകൾ മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ ഒരു കൂഴിക ഗ്രാഫൈറ്റ് വാരി താഴേക്കെറിയുക. മണിമുഴങ്ങുമ്പോൾ തിരികെ ഓടുക. കെട്ടിടത്തിന്റെ ഇരുണ്ട ഇടനാഴിയിൽ സൈറൻ മുഴങ്ങുന്നതിനായി അവർ കാത്തുനിന്നു. ഹൃദയമിടിപ്പുയർന്നു. ഒടുവിൽ സൈറൻ മുഴങ്ങിയ നിമിഷം വലിയ ഇരുമ്പു കവാടം തുറക്കപ്പെട്ടു. 8 പേരടങ്ങുന്ന സംഘം തങ്ങളുടെ കയ്യിലുള്ള ഭാരമേറിയ ഇരുമ്പ് കോരികകളുമായി വെളിച്ചത്തിലേക്കോടി. റേഡിയേഷൻ അതിന്റെ പരമാവധിയിൽ നിൽക്കുന്ന ആ മേൽക്കൂരയിലേക്ക് കാലുകുത്തിയ നിമിഷം തന്നെ അവരുടെ കണ്ണുകൾ നീറാൻ തുടങ്ങി. ചുണ്ടുകളിൽ ലോഹം തുരുമ്പിച്ചതുപോലുള്ള മനം പിരട്ടുന്ന രുചി അനുഭവപ്പെട്ടു. ക്യാമറയുടെ ഫ്ലാഷ് മിന്നുന്നതുപോലെ ചിലരുടെ കണ്ണുകളിൽ പ്രകാശം മിന്നിമറിഞ്ഞു. അത് റേഡിയേഷൻ കണ്ണിലെ ഞരമ്പുകളെ നശിപ്പിക്കുന്നതിന്റെ ലക്ഷണമായിരുന്നു. വലിയ ഗ്രാഫൈറ്റ് കഷണങ്ങൾ കോരിക കൊണ്ട് വാരി അവർ തകർന്ന റിയാക്ടറിനുള്ളിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. ചിലപ്പോൾ കോരികകൾക്ക് ഭാരം കൂടുതലായതിനാൽ വെറും കൈകൾ കൊണ്ടാണ് ആ ചുട്ടുപഴുത്ത മരണത്തെ അവർ വാരിയെറിഞ്ഞത്. 90 സെക്കൻഡുകൾ കഴിയുമ്പോൾ വലിയൊരു മണിയടി മുഴങ്ങും. ശ്വാസം മുട്ടി ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവർ തിരികെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടും. വെറും 1.5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആ പ്രവൃത്തിയിലൂടെ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടിവരുന്ന ക്യാൻസറും മറ്റസുഖങ്ങളും അവർ ഏറ്റുവാങ്ങുകയായിരുന്നു.
അതേസമയം റിയാക്ടറിന് താഴെ മറ്റൊരു വലിയ പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ഉരുകിയൊലിക്കുന്ന ഇന്ധനം തറ തുരന്ന് ഭൂമിക്കടിയിലുള്ള ജലസംഭരണികളിലെത്തിയാൽ അത് യൂറോപ്പിലെ മുഴുവൻ കുടിവെള്ളത്തെയും വിഷമയമാക്കും. ഇത് തടയാൻ റിയാക്ടറിനടിയിൽ ഒരു വലിയ ടണൽ നിർമ്മിച്ച് ലിക്വിഡ് നൈട്രജൻ കൂളിംഗ് സിസ്റ്റം സ്ഥാപിക്കണമായിരുന്നു. ഈ ദൗത്യമേറ്റെടുത്തത് തുലായിൽ നിന്നും വന്ന ധീരരായ ഖനിത്തൊഴിലാളികളായിരുന്നു. 50 ഡിഗ്രിയിലധികം ചൂടുള്ള, യാതൊരു വായുസഞ്ചാരവുമില്ലാത്ത ഇരുണ്ട തുരങ്കങ്ങളിൽ റേഡിയേഷനെ വകവയ്ക്കാതെ അവർ രാപ്പകൽ പണിയെടുത്തു. കടുത്ത ചൂട് സഹിക്കാൻ കഴിയാതെ പലരും ഷർട്ടുകൾ ഊരിമാറ്റി നഗ്നരായാണ് അവിടെ മണ്ണ് തുരന്നത്. തങ്ങളുടെ ശരീരം റേഡിയേഷൻ വലിച്ചെടുക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും അവർ പിന്മാറിയില്ല. മാസങ്ങൾ നീണ്ട ആ മഹാത്യാഗത്തിനൊടുവിൽ 6.5 ലക്ഷം ലിക്വിഡേറ്റർമാർ ചേർന്ന് അസാധ്യമായത് സാധിച്ചെടുത്തു. തകർന്നടിഞ്ഞ 4-ാം നമ്പർ റിയാക്ടറിന് മുകളിൽ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ശവക്കല്ലറ പണിതുയർത്തി. സാർക്കോഫാഗസ് എന്നറിയപ്പെടുന്ന ആ കൂറ്റൻ കെട്ടിടം 4 ലക്ഷം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 7000-ലധികം ടൺ ഇരുമ്പും ഉപയോഗിച്ച് അവർ ആ അദൃശ്യരാക്ഷസനെ അതിനുള്ളിൽ എന്നേക്കുമായി തളച്ചിട്ടു. ആ മനുഷ്യരുടെ ത്യാഗത്തിനു മുന്നിൽ ചരിത്രം എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. അവരില്ലായിരുന്നെങ്കിൽ റേഡിയേഷൻ എന്ന അദൃശ്യനായ കൊലയാളി യൂറോപ്പിനെ മുഴുവൻ ഒരു മരുഭൂമിയാക്കി മാറ്റിയേനെ. ലക്ഷക്കണക്കിന് ലിക്വിഡേറ്റർമാർക്ക് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ക്യാൻസറും പിടിപെട്ടു. പലരും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വേദനകളോടെ മരിച്ചു വീണു. സ്വന്തം ജീവൻ കൊടുത്ത് അവർ മറ്റുള്ളവർക്ക് ജീവൻ നൽകി. ആ കോൺക്രീറ്റ് കവചത്തിനുള്ളിൽ റേഡിയേഷൻ എന്ന മരണത്തെ തളച്ചിട്ടുകൊണ്ട് അവർ തങ്ങളുടെ ചരിത്രപരമായ ദൗത്യം പൂർത്തിയാക്കി. എന്നാൽ ദുരന്തം അവശേഷിപ്പിച്ച മുറിവുകൾക്ക് അപ്പോഴുമൊരു പരിഹാരമുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ട പ്രിപ്യാട്ട് എന്ന ആ വലിയ നഗരം തങ്ങളുടെ പഴയ ഓർമ്മകളെയും പേറി കാലത്തിന്റെ അനന്തതയിൽ ഒരു പ്രേത നഗരമായി മാറാൻ തുടങ്ങുകയായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഇന്ന് യുക്രൈനിലെ ആ പഴയ സ്വപ്ന നഗരം ലോകമറിയപ്പെടുന്ന ഒരു പ്രേത നഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാറ്റിന്റെയും മഴയുടെയും അദൃശ്യനായ റേഡിയേഷന്റെയും മാത്രം അധികാരപരിധിയിലുള്ള ഒരിടം. മനുഷ്യർ ഉപേക്ഷിച്ചുപോയ ആ ശൂന്യതയിലേക്ക് പ്രകൃതി തിരികെ നടന്നുകയറുന്ന കാഴ്ചയാണ് ഇന്നവിടെ കാണാൻ കഴിയുന്നത്. വലിയ അപ്പാർട്ട്മെന്റുകളുടെ ജനലുകളിലൂടെ മരച്ചില്ലകൾ പുറത്തേക്ക് വളർന്നു നിൽക്കുന്നു. റോഡുകൾ പൂർണ്ണമായും കാടുപിടിച്ചിരിക്കുന്നു. അന്ന് മെയ് ദിനത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന ആ വലിയ ഫെറിസ് വീൽ ഇന്ന് പൂർണ്ണമായും തുരുമ്പെടുത്ത് തണുത്ത കാറ്റടിക്കുമ്പോൾ നേർത്തൊരു ഞരക്കത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. അതിൽ കയറാൻ ആഗ്രഹിച്ച ആ കുട്ടികൾ ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അന്നത്തെ ആ തിടുക്കത്തിലുള്ള പലായനത്തിന്റെ അടയാളങ്ങൾ ആ നഗരത്തിൽ ഇപ്പോഴും മരവിച്ചു നിൽപ്പുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട വീടുകൾക്കുള്ളിലെ മേശപ്പുറത്ത് പകുതി കുടിച്ച ചായക്കപ്പുകൾ പൊടി പിടിച്ചു കിടക്കുന്നുണ്ട്. തിരികെ വന്ന് വായിക്കാമെന്ന് കരുതി ആരോ തുറന്നുവെച്ച പുസ്തകങ്ങളുടെ താളുകൾ കാറ്റിൽ മറയുന്നുണ്ട്. സ്കൂളുകളിലെ തറയിൽ ചിതറിക്കിടക്കുന്ന പാവക്കുട്ടികൾ, ചോക്കുപൊടി മായാത്ത ബ്ലാക്ക് ബോർഡുകൾ, ഭയന്നുപേക്ഷിക്കപ്പെട്ട 100 കണക്കിന് ഗ്യാസ് മാസ്കുകൾ. ആ നഗരത്തിലെ സമയം 1986 ഏപ്രിൽ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയിൽ എന്നേക്കുമായി അവസാനിച്ചിരിക്കുകയാണ്. കാലം മുന്നോട്ടു പോകുമ്പോഴും പ്രിപ്യാട്ട് നഗരം മാത്രം പഴയ ആ ദുരന്തത്തിന്റെ നിഴലിൽ ആരുമില്ലാത്ത ഒരു അനാഥയെപ്പോലെ ഉറങ്ങിക്കിടക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ലോകമിന്ന് ശാന്തമായ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ പ്രിപ്യാറ്റ് ഉറങ്ങുകയാണ്. ഒരുപക്ഷേ ഇനിയൊരിക്കലും ഉണരാത്ത ഒരു വലിയ ഉറക്കം. നിങ്ങൾ കേൾക്കുന്ന ഈ പാതിരാക്കാറ്റ് ആ ഒഴിഞ്ഞ തെരുവുകളിലൂടെയും തകർന്ന ജനാലച്ചില്ലുകൾക്കിടയിലൂടെയും ഒരു നേർത്ത വിങ്ങൽ പോലെ ഇപ്പോഴൊഴുകി നടക്കുന്നുണ്ടാകാം. ആ നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ഇരുട്ടിൽ തലയുയർത്തി നിൽക്കുന്ന ആ കോൺക്രീറ്റ് ശവക്കലറയെ ഈ കാറ്റ് തഴുകി കടന്നുപോകുന്നുണ്ട്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന ആ അദൃശ്യ രാക്ഷസനെ, 4-ാം നമ്പർ റിയാക്ടറിനെ ലക്ഷക്കണക്കിന് ലിക്വിഡേറ്റർമാർ തങ്ങളുടെ ജീവൻ കൊടുത്ത് ആ ശവക്കല്ലറയ്ക്കുള്ളിൽ തളിച്ചിട്ടിരിക്കുകയാണ്. പുറം ലോകം ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത് ആ കോൺക്രീറ്റ് കവചം അവിടെ ഉള്ളതുകൊണ്ടാണ്. എല്ലാം അവിടെ അവസാനിച്ചു എന്ന് ലോകം വിശ്വസിച്ചു. വലിയൊരു വിപത്തിൽ നിന്നും മനുഷ്യരാശി രക്ഷപ്പെട്ടു എന്ന് അധികാരികൾ ആശ്വസിച്ചു. എന്നാൽ ആ ഇരുമ്പ് കവചങ്ങൾക്കപ്പുറം ദുരന്തം പൂർണ്ണമായും അവസാനിച്ചിരുന്നോ? ഇല്ല എന്നതാണ് ഭയപ്പെടുത്തുന്ന സത്യം. ആ വലിയ കോൺക്രീറ്റ് ശവക്കല്ലറയുടെ ഏറ്റവും താഴെ മനുഷ്യന്റെ വെളിച്ചം ഒരിക്കലും കടന്നു ചെല്ലാത്ത ഇരുട്ടു നിറഞ്ഞ ഭൂഗർഭാറകളിൽ ആരും കാണാത്തൊരു വലിയ ഭീകരസത്വം
അപ്പോഴും ജീവനോടെ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ശാസ്ത്രലോകം ഭയത്തോടെ എലഫൻസ് ഫൂട്ട് എന്ന് വിളിച്ച റിയാക്ടറിലെ ഇന്ധനവും ഗ്രാഫൈറ്റും ഇരുമ്പും കോൺക്രീറ്റും എല്ലാം കൂടി ഉരുകിച്ചേർന്നുണ്ടായ ആ വലിയ ലാവ, അതിൻ്റെ അരികിലേക്കെത്തുന്ന ഏതൊരു ജീവിയെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ കഴിവുള്ള അത്യുഗ്രൻ റേഡിയേഷൻ വമിക്കുന്ന ആ മാഗ്മ ഇപ്പോഴും അവിടെ തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. അത് ഭൂമിയുടെ അടിത്തട്ടിലേക്ക്, ഭൂഗർഭജലത്തിലേക്ക് അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ സത്യങ്ങൾ മൂടിവെക്കാൻ സോവിയറ്റ് ഭരണകൂടം പറഞ്ഞ വലിയ കള്ളങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കപ്പെടാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. ആ കൺട്രോൾ റൂമിൽ അന്ന് രാത്രി ശരിക്കും സംഭവിച്ചതെന്താണ്? തങ്ങളുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി സ്വന്തം പൗരന്മാരെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ എന്ന മഹാസാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് എങ്ങനെയാണ് വഴിവെച്ചത്? റേഡിയേഷൻ വമിക്കുന്ന ആ പ്രേതനഗരത്തിലേക്ക് മരണമുറപ്പാണെന്നറിഞ്ഞിട്ടും രഹസ്യമായി തിരികെ വന്ന ചില മനുഷ്യരവിടെയുണ്ടായിരുന്നു. അവരെന്തിനാണ് ആ നരകത്തിലേക്ക് തിരികെ പോയത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇരുട്ടറകൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളും മറ്റൊരു യാത്രയിലൂടെ മറ്റൊരു ദിവസം നമുക്ക് കണ്ടെത്താം. ഒരിക്കലും മരിക്കാത്ത ആ എലഫൻസ് ഫൂട്ടിന്റെ രഹസ്യങ്ങളിലേക്കും അധികാരികളുടെ ചതിക്കുഴികളിലേക്കും നമുക്കടുത്ത യാത്രയിൽ ഇറങ്ങിച്ചെല്ലണം. അതുവരെ ഈ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. കണ്ണുകളടച്ച് ഈ നിശബ്ദതയെ പുനർന്നുറങ്ങാം. ഇരുൾ വീണ പ്രിപ്യാറ്റിലെ തെരുവുകളെ ഓർക്കാതെ സമാധാനമുള്ളൊരു പുലരിയെ സ്വപ്നം കണ്ട് നിങ്ങൾക്കുറങ്ങാം. നല്ലൊരുറക്കം നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.